ഇഷ്ക് പൂക്കുന്ന ഇടം ഞങ്ങൾ കണ്ടേ, ഇഷ്ടക്കനി പാർക്കും അജ്മീർ തന്നെ. ഇഷ്ക് പൂക്കുന്ന ഇടം ഞങ്ങൾ കണ്ടേ, ഇഷ്ടക്കനി പാർക്കും അജ്മീർ തന്നെ. അങ്ങ് മദീനാവിൻ മണം നമ്മൾ കൊണ്ടേ, ഖ്വാജ ദർബാറില്ല ചന്തം തന്നെ. ഇഷ്ക് പൂക്കുന്ന ഇടം ഞങ്ങൾ കണ്ടേ, ഇഷ്ടക്കനി പാർക്കും അജ്മീർ തന്നെ. അങ്ങ് മദീനാവിൻ മണം നമ്മൾ കൊണ്ടേ, ഖ്വാജ ദർബാറില്ല ചന്തം തന്നെ. ലക്ഷ്യം തേടി അലഞ്ഞോരിൽ കൂടി, ലക്ക് മാറ്റാതെ ലയിപ്പിച്ച റൂഹി. ലക്ഷ്യം തേടി അലഞ്ഞോരിൽ കൂടി, ലക്ക് മാറ്റാതെ ലയിപ്പിച്ച റൂഹി. തേടി വന്നോരെ തേട്ടം കബൂലായി, തേങ്ങി നിന്നോരെ താങ്ങി ഹബീബായി. ഇഷ്ക് പൂക്കുന്ന ഇടം ഞങ്ങൾ കണ്ടേ, ഇഷ്ടക്കനി പാർക്കും അജ്മീർ തന്നെ. മേരാ ഖ്വാജാ 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 മഹാരാജാ രാജാ രാജാ, मेरा ख्वाजा 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 महाराजा राजा राजा. मेरे ख्वाजा मेरे ख्वाजा मेरे ख्वाजा महाराजा, मेरे ख्वाजा मेरे ख्वाजा मेरे ख्वाजा महाराजा. ख्वाजा जी പാടിയാശിഖിൻ ഹൃദയങ്ങൾ തേങ്ങി, ആടിയാനന്ദ നൃത്തത്തിൽ റൂമി. പാടിയാശിഖിൻ ഹൃദയങ്ങൾ തേങ്ങി, ആടിയാനന്ദ നൃത്തത്തിൽ റൂമി. നെഞ്ചിലാനന്ദ ഗുരുവെന്ന ജ്ഞാനത്തിൽ തെളിവാർന്ന വാക്കുകൾ ഭാരത മണ്ണിലായി
പരിശുദ്ധ സ്നേഹത്തിൻ മാനവ സംഗമം പരിശുദ്ധ സ്നേഹത്തിൻ മാനവ സംഗമം പരിശുദ്ധ സ്നേഹത്തിൻ മാനവ സംഗമം. സദസ്സിൽ ഉപവിഷ്ടരായ പ്രിയപ്പെട്ട ബഹുമാന്യ വ്യക്തിത്വങ്ങളായ KGN ട്രസ്റ്റിന്റെ ചെയർമാൻ ഈ ചടങ്ങിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ഖാജ ഗൗസി അവർ, മടവൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് കെ സന്തോഷ് മാസ്റ്റർ, കുന്നമംഗലം സർക്കിൾ ഇൻസ്പെക്ടർ പ്രിയപ്പെട്ട ശ്രീകുമാർ സാർ, ആദരണീയരായ വേദിയിലിരിക്കുന്ന സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി, റിട്ടയർഡ് ജില്ലാ ജഡ്ജ് ബഹുമാന്യനായ കൃഷ്ണൻകുട്ടി അവർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ സിറാജ് ചെറുവലത്ത്, KGN മാനവീയ പുരസ്കാരത്തിന് അർഹയായിട്ടുള്ള MT ഫസ്ന, പ്രിയപ്പെട്ട സൈനുദ്ദീൻ മടവൂർ, സംഘാടക സമിതി അംഗമായിട്ടുള്ള പ്രിയപ്പെട്ട KT അബ്ദുൽ അസീസ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഭാരത മണ്ണിന് അനുഗ്രഹമായി ജന്മമെടുത്ത ഋഷിവര്യന്മാരുടെയും സൂഫി ആചാര്യന്മാരുടെയും വിശാലതയിൽ ലോകത്തെ മുഴുവനും ഒന്നായി നമ്മിലേക്ക് ഉൾക്കൊള്ളാൻ പ്രേരണ നൽകിയ സുൽത്താനുൽ ഹിന്ദ് ഖാജ ഗരീബ് നവാസ് തങ്ങളുടെ അനുഗ്രഹാശിസുകളോടെ ആസ്ഥാന ഗൗസിയിൽ ഈ പ്രദേശമായ വെള്ളിലാട്ടുപറമ്പ് വർഷങ്ങളായി നടത്തി വരാറുള്ള മാനവ മൈത്രി സംഗമത്തിന്റെ പ്രധാനപ്പെട്ട സാംസ്കാരിക സമ്മേളനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം, ഈ പ്രദേശം നമ്മുടെ മറ്റ് പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശം വികസനപരമായും മറ്റും തികച്ചും ഒരു ഗ്രാമപ്രദേശമായി നിലകൊണ്ടിരുന്ന ഈ പ്രദേശം KGN ട്രസ്റ്റിന്റെ ആസ്ഥാന ഗൗസി അതിന്റെ പ്രവർത്തനം ഇവിടെ തുടങ്ങിയത് മുതൽ നാടിന്റെ നാനാഭാഗത്തുള്ള ആളുകൾ ഈ ഒരു പ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് കടന്നു വരികയാണ്. ഇത് ഈ ഒരു പ്രോഗ്രാം മാനവ മൈത്രി സംഗമം നടക്കുന്ന സമയങ്ങളിൽ മാത്രമല്ല, മറ്റ് സമയങ്ങളിലും ഒക്കെ തന്നെ ഇവിടേക്ക് നമ്മുടെ ജില്ലയിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പോലും ആളുകൾ ഈ ഒരു പ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ഒരു പ്രദേശത്തെയും ഈ ഒരു ഗ്രാമപഞ്ചായത്തിനെയും മാറ്റിയെടുക്കുകയും വടവൂർ ഗ്രാമപഞ്ചായത്ത് മുട്ടാഞ്ചേരി വെള്ളിലാട്ടുപറമ്പ് പ്രത്യേകിച്ച് അന്തനാപറമ്പ് പ്രദേശം
മറ്റ് സ്ഥലങ്ങളിലുള്ള, മറ്റ് ജില്ലകളിലുള്ള, മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആളുകളുടെ ഇടയിലേക്ക്, അവരുടെ ശ്രദ്ധയിലേക്ക് ഒരു പ്രദേശത്തെ കൊണ്ടുവന്നിട്ടുള്ളത് തീർച്ചയായും ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനവും ഈ ട്രസ്റ്റ് ഇവിടെ രൂപീകരിച്ചതിന് ശേഷം ഈ പ്രദേശത്ത് പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷമാണ് എന്നുള്ളതൊരു വസ്തുതയാണ്. നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ അറിയാം, വർഷങ്ങളായി ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനം ഇവിടെ നടക്കുമ്പോൾ സമൂഹത്തിൽ ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന ആളുകളെ കണ്ടെത്തിക്കൊണ്ട് ഈ ഒരു മാനവ മൈത്രി സംഗമ ദിവസമല്ലാത്ത സമയങ്ങളിൽ പോലും പല ആവശ്യങ്ങളും, പല പ്രയാസങ്ങളിലും പെട്ട് ഇരിക്കുന്ന ആളുകൾ ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ചെയർമാൻ പ്രിയപ്പെട്ട ഗൗസി പീറുമായി ബന്ധപ്പെടുമ്പോൾ അവരെന്ത് ഉദ്ദേശിച്ചാണോ വരുന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രയാസം എന്താണോ ആ പ്രയാസങ്ങളൊക്കെ തന്നെ മാറ്റി അവരുദ്ദേശിച്ച കാര്യങ്ങൾ, ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്ന, സഫലമാവുന്ന ഒരു രൂപത്തിലേക്കാണ് ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അവരുടെ നിലവിലുണ്ടായിരുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ അവർക്ക് അവരുടെ കാര്യങ്ങൾ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ട്രസ്റ്റ് കൊണ്ട് ഏറ്റവും കൂടുതൽ മഹത്തരമായ ഈ ഒരു പ്രവർത്തനം കൊണ്ട് സമൂഹത്തിന് നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ സമൂഹം ആഗ്രഹിച്ചതുപോലെ ലഭിച്ചിട്ടുള്ള ഒരു അംഗീകാരം. നമുക്കറിയാം, നമ്മുടെ ഈ പരിപാടികളിൽ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ തുടർച്ചയായിട്ട് നടത്തുന്ന മാനവ മൈത്രി സംഗമത്തിൽ ഒരുപാട് ആളുകൾക്ക്, നൂറുകണക്കിന് ആളുകൾക്ക് പലതരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ഈ ട്രസ്റ്റിന്റെ വകയായി പരസ്യമായി നൽകുന്ന ഒരു ചടങ്ങാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഈ മാനവ മൈത്രി സംഘം. അതല്ലാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലാതെ പല ആവശ്യങ്ങൾക്കും, പല പ്രയാസങ്ങൾക്കും, അത് നമ്മുടെ പ്രദേശത്ത് മാത്രമല്ല, നമ്മുടെ ജില്ലയിൽ മാത്രമല്ല, സംസ്ഥാനത്ത് മാത്രമല്ല, സംസ്ഥാനത്തിന്റെ പുറത്തുള്ള ആളുകൾക്ക് പോലും അത്തരം കാര്യങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്കാണ് KGN ട്രസ്റ്റ് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ തന്നെ അറിയാം, ഇവിടുത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ എല്ലാ വർഷവും ഇവിടെ വരികയും അതിനനുസരിച്ചുള്ള ഇവിടുത്തെ പരിപാടികളിലൊക്കെ തന്നെ സ്വമനസ്സാലെ വളരെ സന്തോഷത്തോടു കൂടി പങ്കെടുക്കുകയും വളരെ നല്ല രീതിയിൽ ഇവിടുന്ന് സന്തോഷത്തോടു കൂടി തിരിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇതുവരെ ഉണ്ടായിരിക്കുന്നത്. ഇനി മുന്നോട്ടും അങ്ങനെ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഈ ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഒരുപാട് പദ്ധതികൾ, മനുഷ്യസ്നേഹികൾക്ക് ഉതകുന്ന രീതിയിലുള്ള, ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒട്ടനവധി പദ്ധതികൾക്ക് KGN ട്രസ്റ്റ് രൂപം കൊടുക്കുകയാണ്. ഒരു കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് കൃത്യമായ ദീർഘവീക്ഷണത്തോടുകൂടി, കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് KGN ട്രസ്റ്റ്. ഈ രൂപത്തിലുള്ള ഒരുപാട് നന്മകൾ ഇവിടെ ഈ ഒരു അങ്കണത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ മറ്റുള്ളതിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമായി ഇവിടെ ജാതിയുടെയോ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ വിവേചനമില്ലാതെ എല്ലാം മനുഷ്യരാണ് എന്ന ഒരൊറ്റ കാഴ്ചപ്പാടോടുകൂടി മാത്രമാണ് KGN ട്രസ്റ്റ് ആളുകളെ നോക്കിക്കാണുന്നത്. ഒരു ഹിന്ദുവായിട്ടോ മുസൽമാനായിട്ടോ ക്രിസ്ത്യൻസ് ആയിട്ടോ അല്ല, അതല്ലെങ്കിൽ മതമില്ലാത്തവനോ ആയിട്ടല്ല. ഇവിടേക്ക് കടന്നു വരുന്ന ആളുകളൊക്കെ തന്നെ മനുഷ്യരാ. ആ മനുഷ്യ മനസ്സുകൾക്കാണ് ഇവിടെ നിന്ന് സഹായഹസ്തങ്ങൾ നൽകിയിട്ടുള്ളത്. അവിടെ മറ്റൊരു വേർതിരിവോ ഒരു ജാതിയുടെയോ മതത്തിന്റെയോ ഒന്നും ഒരു വേർതിരിവില്ലാതെ ആ രൂപത്തിൽ നോക്കിക്കാണുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമായിട്ടാണ് KGN ട്രസ്റ്റ് ഇന്ന് വളർന്നു വരുന്നത്. ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കേരളത്തിനകത്ത് പല സ്ഥലങ്ങളിലും ഈ ഒരു ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ ഇതേ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും. അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ആസ്ഥാന ഗൗസിയിൽ നിന്നാണ്. ഇത്തരം ഒരുപാട് ഇവിടെ നമ്മൾ ഇന്ന് നടത്തുന്ന അതേ രൂപത്തിൽ എറണാകുളവും
കാസർഗോഡും ഉൾപ്പെടെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ, അതേപോലെ കേരളത്തിന് പുറത്ത് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും അവിടുത്തെ സമൂഹത്തിൽ താഴെത്തട്ടിലുള്ള ആളുകളെ കണ്ടെത്തുകയും അവർക്ക് വേണ്ട സഹകരണങ്ങൾ നൽകിക്കൊണ്ടാണ് ട്രസ്റ്റ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചത് ഇനിയും ഒരുപാട് പദ്ധതികൾക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്നണി പ്രവർത്തനങ്ങളിലാണ് ട്രസ്റ്റിന്റെ ഭാരവാഹികൾ. കൃത്യമായി ഈ മറ്റ് ട്രസ്റ്റുകളിലൊക്കെ തന്നെ വ്യത്യസ്തമായി ഇവിടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും പ്രിയപ്പെട്ട ബാപ്പയുടെ ഗൗസിന്റെ നിർദ്ദേശം എന്താണോ ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് ഇവിടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. കൃത്യമായി ആളുകൾക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇനിയും രൂപം കൊടുക്കുകയും ഒരുപാട് കാര്യങ്ങൾക്ക് ഇനിയും ട്രസ്റ്റ് ഉണ്ടാവും, നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങ് അധ്യക്ഷ വഹിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ എല്ലാ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുകയും ട്രസ്റ്റിന്റെ നെടുന്തൂണായി എല്ലാ പ്രവർത്തനങ്ങളെയും ക്രോഡീകരിച്ചുകൊണ്ട് എല്ലാവർക്കും നിർദ്ദേശങ്ങൾ കൊടുത്ത് അതിനനുസരിച്ച് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ട ട്രസ്റ്റിന്റെ ചെയർമാൻ ഖാജ ഗൗസി പീർ അവർകളെ എല്ലാവർക്കും വേണ്ടി ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയപ്പെട്ട കോഴിക്കോടിന്റെ MP MK രാഘവൻ അവർകളാണ്. അദ്ദേഹം എന്തായാലും 2 മണിയോടടുത്ത് ഇവിടെ എത്തുമെന്ന് നേരത്തെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് KGM ട്രസ്റ്റിന്റെ സ്വാഗതം ആശംസിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഈ മഹനീയമായ ചടങ്ങിന് സാന്നിധ്യം വഹിക്കാൻ ഇവിടെ എത്തി നമ്മളോട് സംബന്ധിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള മടവൂർ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് കൃത്യമായി ഒരു വികസന കാഴ്ചപ്പാടുള്ള, കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് താല്പര്യമുള്ള എല്ലാവരെയും ഒരു കുടക്കീഴിൽ നിർത്തി ഗ്രാമപഞ്ചായത്തിന്റെ വികസനങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിച്ച് അതിന് കൃത്യമായ നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സന്തോഷ് മാസ്റ്ററെ ബഹുമാനപൂർവ്വം നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ ഏത് പരിപാടികൾക്ക് വിളിച്ചാലും കൃത്യമായി നമ്മുടെ പരിപാടി പങ്കെടുക്കുകയും ജനങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ജനകീയ പോലീസ് എന്താണ് എന്നത് കൃത്യമായിട്ട് ആളുകളുമായി ഇടപെടുകയും എന്ത് പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായി ചെന്നാലും നമുക്ക് പറയാനുള്ളത് കേൾക്കാൻ താല്പര്യം കാണിക്കുകയും കൃത്യമായി അതിനനുസരിച്ച് അതിന്റെ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട അടുത്ത ആണ് നമ്മുടെ സ്റ്റേഷനിലേക്ക് ചാർജ് എടുത്ത് വന്നിട്ടുള്ളത് കൊല്ലം സ്വദേശി കൂടിയായിട്ടുള്ള ഇത്തരം പരിപാടികളിലൊക്കെ തന്നെ ജനകീയമായിട്ടുള്ള പരിപാടികളിലൊക്കെ തന്നെ പങ്കെടുക്കുകയും അതൊക്കെ ആവേശപൂർവ്വം നോക്കി കാണുകയും വീക്ഷിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട കുന്നമംഗലം സർക്കിൾ ഇൻസ്പെക്ടർ പ്രിയങ്കരനായ ശ്രീകുമാർ സാറിനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ഈ ചടങ്ങിൽ അതിഥികളായി എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി അവർകളെ ഏവർക്കും വേണ്ടി ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട മടവൂർ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി പങ്കെടുക്കുകയും കൃത്യമായുള്ള കാര്യങ്ങൾ നോക്കിക്കാണുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട മടവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ മുഹമ്മദിനെ KGM ട്രസ്റ്റിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി വളരെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് മെമ്പർ
സിറാജ് ചെറുവലത്ത്, അദ്ദേഹം ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ചെയ്യുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട സിറാജ് ചെറുവലത്തിന് എല്ലാവർക്കും വേണ്ടി ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട റിട്ടയർഡ് ജില്ലാ ജഡ്ജി ബഹുമാന്യനായ കൃഷ്ണൻകുട്ടി അവർകളെ KGN ട്രസ്റ്റിന് വേണ്ടിയും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. മറ്റു വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള അതേപോലെ KGN പുരസ്കാരത്തിന് അർഹരായിട്ടുള്ള എല്ലാ വർഷവും വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടെത്തിക്കൊണ്ട് KGN മാനവീയ പുരസ്കാരം എന്നൊരു പദ്ധതിക്ക് മുമ്പേ രൂപം കൊടുക്കുകയും അതെല്ലാ വർഷങ്ങളിൽ നടക്കുന്ന മാനവ മൈത്രി സംഗമത്തിൽ കണ്ടെത്തിക്കൊണ്ട് അതിനനുസരിച്ചുള്ള കൃത്യമായ സംവിധാനം രൂപപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത്തവണത്തെ KGN മാനവീയ പുരസ്കാരത്തിന് അർഹതയായിട്ടുള്ളത് വേൾഡ് മാസ്റ്റർ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ രാജ്യത്തെ ഇന്ത്യ രാജ്യത്തെ പ്രതിനിധീകരിച്ച് അടുത്ത മാസം ഖത്തറിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയിട്ടുള്ള പ്രിയപ്പെട്ട MT ഫസ്നയെ സന്തോഷപൂർവ്വം എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സൈക്കോളജിസ്റ്റ് KC അബ്ദുൽ മജീദ് അവർകളെ ബഹുമാനപൂർവ്വം KGN ട്രസ്റ്റിന് വേണ്ടിയിട്ടും മുഴുവൻ ആളുകൾക്ക് വേണ്ടിയിട്ടും സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കാനുള്ള കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ യുവ എഴുത്തുകാരിയുമായിട്ടുള്ള റംസീന നരിക്കുൽ അവരുടെ അഭാവത്തിൽ അവരെ സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ വികലാംഗ അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി KGNന്റെ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ പങ്കാളിയാവുകയും എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് ട്രസ്റ്റിനോടൊപ്പം നിന്ന് മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട സൈനുദ്ദീൻ മടവൂർ അവരുടെ ബഹുമാനപൂർവ്വം KGN ട്രസ്റ്റിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ KGN പുരസ്കാരത്തിന് അർഹയായിട്ടുള്ള പ്രിയപ്പെട്ട KGN ട്രസ്റ്റിന്റെ അംഗവും യുവ കവിയത്രിയും എറണാകുളം സ്വദേശിയും കൂടിയായിട്ടുള്ള താഹിറ നസീർ ഷായെ വളരെ ബഹുമാനപൂർവ്വം ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ഈ ട്രസ്റ്റിന്റെ കാര്യങ്ങളിലൊക്കെ തന്നെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുകയും നിർദ്ദേശം കൊടുക്കുകയും ഒക്കെ തന്നെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട മുഹമ്മദ് യൂനിഷ കോതമംഗലം അദ്ദേഹത്തെ വളരെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. മുഹമ്മദ് സിദ്ദീഖ് ഷാ KGN ട്രസ്റ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വപരമായ പങ്ക് വഹിച്ച് സംവിധാനത്തെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയത്നിക്കുന്ന പ്രിയപ്പെട്ട മുഹമ്മദ് സിദ്ദീഖ് ഷാ കോട്ടയം അവർകളെയും ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ട്രസ്റ്റ് ഭാരവാഹികളായിട്ടുള്ള ഷിഹാബ് ഷാ, അസ്ഫറുദ്ദീൻ ഷാ ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുന്ന ഈ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്ന പ്രിയപ്പെട്ട നസീർ ഷാ ഉൾപ്പെടെ എല്ലാവരെയും ഈ മാനവ മൈത്രി സംഗമത്തിന്റെ സാംസ്കാരിക സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ സഹോദരി സഹോദരന്മാരെയും ഒരിക്കൽ കൂടി KGN ട്രസ്റ്റിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സാംസ്കാരിക ചടങ്ങിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നതിന് വേണ്ടി ട്രസ്റ്റിന്റെ ചെയർമാൻ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗാജ ഗൗസി പീർ അവരുടെ ഏറെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക്
വിരാമം കുറിക്കുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ഈ സ്നേഹസംഗമത്തിന് അല്ലെങ്കിൽ പ്രണയഗീതത്തിന് തിരികൊളുത്താൻ വന്ന വേദിയിൽ ഇരിക്കുന്ന എൻ്റെ ആത്മമിത്രങ്ങളെ, എൻ്റെ കൺമുമ്പിൽ നിൽക്കുന്ന സഹോദരി സഹോദരന്മാരെ, സ്നേഹം അതൊരു പ്രണയമായി അഗ്നിജ്വാലയായി നമ്മിലേക്ക് ലയിക്കുമ്പോൾ നാം ആരാണെന്ന് തിരിച്ചറിവിലൂടെ നമുക്ക് നേടാൻ കഴിയുന്നത് ഒരു മാനവനെയാണ്. പ്രഗൽഭ ഹദീസുകൾ വിവരിക്കുന്നു, മൻ അർഫ നഫ്സഹു ഫഖദ അർഫ റബ്ബഹു. നീ നിന്നെ അറിഞ്ഞാൽ നിനക്ക് നിന്റെ ദൈവത്തെ അറിയാൻ പറ്റും. നാം അറിയേണ്ടത് നമ്മളെ തന്നെയാണ്, നമ്മുടെ ചിന്താഗതിയാണ്. ആ ചിന്ത എങ്ങോട്ട് പോകുന്നു എന്ന് നാം സശ്രദ്ധം ശ്രദ്ധിച്ച് നാം നന്മയിലേക്ക് മാത്രം ഒഴുകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആനന്ദമാണ്. ഈ ആനന്ദമാണ് ഇവിടെ ഇന്ന് കൊണ്ടാടുന്നത്. നമുക്ക് കിട്ടുന്നൊരാനന്ദം, ആ ആനന്ദലഹരിയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും പങ്കുചേരുന്നു എന്ന് മാത്രം. എല്ലാ ജാതിയുടെയും മതത്തിന്റെയും മുകളിലാണ് ദൈവം. ദൈവത്തിന് പ്രത്യേകമായ ഒരു മതമില്ല എന്ന് നാം ഓർക്കണം. ദൈവം ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ ജൂതനോമല്ല. ദൈവത്തിന് പ്രത്യേകമായ ഒരു മതമില്ല. പിന്നെ എവിടെയാണ് വേർപിരിയൽ ഉണ്ടായത് എന്ന് നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, നാം അറിയേണ്ടിയിരിക്കുന്നു. നമ്മളൊക്കെ മനുഷ്യരാണ്, നമ്മളൊക്കെ പ്രജകളാണ്, ദൈവത്തിന്റെ പ്രജകളാണ്. എല്ലാവരുടെയും പല ഭാഷകളിൽ നാം അറിയപ്പെടുന്നു. ഗോഡ് എന്നും ഈശ്വരനെന്നും അള്ളാഹു എന്നും പല പേരുകളിൽ അറിയപ്പെടുന്ന ആ ദൈവത്തിന്റെ നാമകരണം ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളും പല ഭാഷയിൽ അതിന് വിളിക്കപ്പെടുന്നു എന്ന് മാത്രം. നാം നമ്മെ തന്നെയാണ് അറിയേണ്ടതും നമ്മെ തന്നെയാണ് പഠിക്കേണ്ടതും. ആ പഠനം പൂർത്തിയാകുമ്പോൾ നമുക്ക് നല്ലൊരു മനുഷ്യനാകാൻ സാധിക്കും എന്നുള്ള ആ തിരിച്ചറിവിലേക്കാണ് നാം ഓരോരുത്തരും എത്തിപ്പെടേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. നിശ്ചയം മേലായ തമ്പുരാൻ അതിനൊക്കെ നമുക്ക് ഉദവി ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ സമയം വൈകിക്കാതെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും എന്റെ സലാം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. മടവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് മാസ്റ്റർ മനവ മൈത്രി സംഗമത്തിൽ സംസാരിക്കുന്നു. ഏറെ പ്രിയങ്കരനായ ഈ മഹത്തായ ചടങ്ങിന്റെ അധ്യക്ഷൻ ജോസഫിയും ഏതാനും ദിവസങ്ങൾക്കകം ഉദ്ഘാടനം ചെയ്യാനെത്തുന്ന പ്രിയങ്കരനായ നമ്മുടെ MP NK രാഘവേട്ടൻ, ആശംസാ പ്രസംഗങ്ങൾ അർപ്പിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഫാത്തിമ മുഹമ്മദ്, റംസീന നെരിക്കണി, സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി, ശ്രീ കൃഷ്ണൻകുട്ടി റിട്ടയർ ജില്ലാ ജഡ്ജ്, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ സർക്കിൾ ഇൻസ്പെക്ടർ പടംബർ സിറാജ്, സനുദ്ദീൻക, മറ്റ് സമാരാധരായ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഈ മഹനീയമായ
സദസ്സ് കാണുമ്പോൾ എനിക്ക് NSSന്റെ ഒരു തീം സോങ്ങാണ് ഓർമ്മ വരുന്നത്. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തി ചില്ലയിലെല്ലാം മാർഗുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതയതാവട്ടെ, സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതയതാവട്ടെ. ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികളുടെ കൈകളിണങ്ങട്ടെ. ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികളുടെ കൈകളിണങ്ങട്ടെ. സ്നേഹമാണ് അഖില സാരമൊഴിയിൽ. സ്നേഹത്തിൽ നിന്നുദിക്കുന്ന ലോകം, സ്നേഹത്താൽ വൃദ്ധി നേടുന്ന ലോകം. നമ്മുടെ മലയാളത്തിന്റെ മഹാകവി ശ്രീ കുമാരനാശാന്റെ വരികളാണ്. ഇന്നത്തെ ലോകത്തു നിന്ന് ചിന്തിക്കുമ്പോൾ സ്നേഹരാഹിത്യമാണ് പ്രശ്നസങ്കുചിതമായ ലോകത്തെ സൃഷ്ടിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു സത്യാവസ്ഥ തന്നെയാണ്. വിവേകമുള്ള മനുഷ്യൻ കർമ്മവിശുദ്ധിയുടെ ഔന്നിത്യത്തിൽ പ്രകീർത്തിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ പരിഹാരങ്ങൾ കാഴ്ചവെച്ച് പ്രപഞ്ചത്തെ താങ്ങി നിർത്താനുള്ള അല്ലെങ്കിൽ പ്രപഞ്ചത്തെ കാവലായി നിർത്താനുള്ള ഒരു ശക്തി മനുഷ്യനുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് സമൂഹത്തിനുണ്ട്. എന്നാൽ നീചവും പൈശാചികവുമായ പ്രവർത്തനങ്ങളോടെ ലോകത്തെ തച്ചുടയ്ക്കാനുള്ള കഴിവും മാനവനുണ്ട് എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ കുട്ടികളുടെ പ്രിയങ്കരനായ കവി, ഏവർക്കും അറിയുന്നതാണ് കുഞ്ഞുണ്ണി മാഷ്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത്, നിനക്കുണ്ടൊരു ലോകം, എനിക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം. നിനക്കുണ്ടൊരു ലോകം, എനിക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ, ഒരുമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. ആരുടെ കൂടെ നിൽക്കും നമ്മൾ, ആരുടെ കൂടെ നിൽക്കും, ആരുടെ കൂടെ നിൽക്കും നമ്മൾ, ആരുടെ കൂടെ നിൽക്കും. നേരിന്റെ കൂടെ നിൽക്കും നമ്മൾ, നേരിന്റെ കൂടെ നിൽക്കും. സ്നേഹത്തിൻ കൂടെ നിൽക്കും നമ്മൾ, സ്നേഹത്തിൻ കൂടെ നിൽക്കും. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. എന്തായാലും മടവൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്റെ സഹോദരികളെ പലരെയും ഈ കൂട്ടത്തിൽ കണ്ടിട്ടുണ്ട്. ഒരു വർണ്ണ വിവേചനമോ ജാതി മത വ്യത്യാസമോ ഇല്ലാതെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത് കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ സ്നേഹത്തിന്റെ ഉറവ പറ്റിയിട്ടില്ല എന്നുള്ള ഉദാഹരണമാണിത്. എന്തായാലും ഈ KGM ട്രസ്റ്റിന് എല്ലാവിധ അനുമോദനങ്ങളും. ഇനിയും ഭാവിയിൽ ഒരുപാട് ഉന്നതി എത്തിച്ചേരണം. ഇതേപോലെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും കഴിയുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചു നിർത്തട്ടെ. ഏവർക്കും നന്ദി, നമസ്കാരം. കണ്ടെത്തി ഇവിടെ എത്തിയ പ്രിയപ്പെട്ട കുന്നമംഗലം സർക്കിൾ ഇൻസ്പെക്ടർ പ്രിയപ്പെട്ട ശ്രീകുമാർ സാറിനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ഈ മഹനീയ ചടങ്ങിനെ അധ്യക്ഷത വഹിക്കുന്ന ഗോജ അദ്ദേഹം, ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച സലീം മുട്ടാഞ്ചേരി, ചടങ്ങിലെ ആശംസ അർപ്പിച്ച ഈ ചടങ്ങിലെ ഗാനം ആരംഭിച്ച് ധന്യമാക്കിയ ബഹുമാനപ്പെട്ട സന്തോഷ് മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് ഫാത്തിമ മുഹമ്മദ്,
റെക്സീന നെരിഗ്രി സ്വാമി വിശ്വഭദ്രാനന്ദ, ബഹുമാനപ്പെട്ട റിട്ടയർഡ് ജില്ലാ അധ്യക്ഷ കൃഷ്ണൻകുട്ടി സാർ, സി ബി ലിഷ വാർഡ് മെമ്പർ, സിറാജ് സി വാർഡ് മെമ്പർ, സൈനിധി ഗേജിന്റെ ഇന്നത്തെ പുരസ്കാര ജേതാവായ ബി ഹസ്ന, ഉപ കവയിത്രി കൂടിയായ താഹിറ നസീർ ഷാ, ആശംസ അർപ്പിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികളെ, ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ ചടങ്ങിലെ സ്വാഗതം അർപ്പിച്ച സലിമുട്ടാഞ്ചേരി പറഞ്ഞതുപോലെ ഞാൻ കൊല്ലക്കാരനാണ്. അപ്പോൾ ഞാൻ വരുത്തനാണ്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ കുന്നമംഗലത്ത് കലോത്സവത്തിന് MLA പങ്കെടുത്ത സ്ഥലത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു, വടക്കുള്ളവർക്ക് തെക്കന്മാരുടെ ഒരു ചെറിയ ദേഷ്യമുണ്ടെന്നാണ് പറയുന്നത്. കാരണം വേറൊന്നുമല്ല, തെക്കൊരു പഴഞ്ചനുണ്ട്. കാരണം തെക്കനെയും മൂർഖനെയും കണ്ട വടക്കുള്ളവർ ആദ്യം തെക്കനെ തെല്ലിക്കൊല്ലുമെന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങളെല്ലാവരും, അതായത് സ്നേഹസമ്പന്നരാണ് കോഴിക്കോടുകാർ. ഇത്ര മഹനീയമായ വ്യക്തികളുള്ള, കാരണം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വീട്ടിനറിയാം. കാരണം തെക്കുള്ളവരുടെ മനസ്സല്ലേ ഇവിടെ ഉള്ളത്. കാരണം തെക്കുള്ളവരെ എപ്പോഴും നമ്മുടെ സംവിധാനവുമായിട്ട് എപ്പോഴും കലഹിക്കുന്നതാണ് ഒരു കൂടുതൽ ആൾക്കാർ. ഇവിടെ എൻ്റെ ഡിഫറൻ്റ് ആണ്. നമുക്ക് എന്തും തരം സ്നേഹം, അതായത് എല്ലാ കാര്യത്തിലും, അതായത് ഞാൻ നേരത്തെ നിരവധി തിരുവനന്തപുരം കണ്ണൂരിലേക്ക് ജോലി ചെയ്യുന്നത്, ഇത്രയും ആദരവും സ്നേഹവും പോലീസ് തരുന്നത് ജനം, അത് ഈ കോഴിക്കോട് മലപ്പുറം ഭാഗത്ത് അത് വളരെ വ്യത്യസ്തമാണ്. നമ്മളെ വീട്ടിൽ പോകുമ്പോൾ ഇത് വേണം, ചായ വേണം, വെള്ളം വേണം, ഇതൊന്നും അതായത് വളരെ ആ അനുഭവമല്ല. ഞാൻ കൊല്ലം സിറ്റിയിൽ SHO ആയിട്ട് ജോലി ചെയ്തപ്പോൾ ഉള്ള അനുഭവം. അവിടെ നമ്മളുമായി എപ്പോഴും കലഹിക്കുന്ന ജനങ്ങളാണ് കൂടുതൽ. അതായത് മഹത്തായ പാരമ്പര്യമുള്ളതാണ് കോഴിക്കോട്. കാരണം 1498 മെയ് 27 മെയ് 27 170 ആൾക്കാരുമായി പറങ്കി നാട്ടിൽ നിന്ന് വാസ്കോഡി ഗാമ നമ്മുടെ അടുത്ത് കാപ്പാട് എത്തിച്ചേർന്നപ്പോൾ 2 കൈ കിട്ടി സ്വീകരിച്ച വ്യക്തികളുടെ നാടാണ് കോഴിക്കോട്. അതുപോലെ മഹത്തായ പാരമ്പര്യമുള്ള, സംസ്കാരമുള്ള ഭാരത മണ്ണിലെ എല്ലാവരെയും സ്നേഹിച്ച, അവർക്ക് എല്ലാം നൽകി പിന്നീട് കച്ചവടത്തിന് വന്നതും നമ്മുടെ രാജ്യം സ്വന്തമാക്കാൻ പോയപ്പോൾ നമ്മുടെ ജാതിയും മതവും എല്ലാം പറഞ്ഞവർക്കെതിരെ പോരാടിയതാണ് അല്ലേ? ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ മൗലവി ജനിച്ചു വളർന്ന നാടാണ് മലബാർ. കൂടാതെ നമ്മുടെ മഹത്തായ ഒന്നാം സ്വാതന്ത്ര്യ മഹത്തായ വിപ്ലവം, ബ്രിട്ടീഷുകാർ കളിയാക്കിയ സിപാഹി ലഹള നമ്മൾ നേരിട്ടത് ജാതിയുടെ മതത്തിന്റെ അടിസ്ഥാനത്തില്ല. ഡൽഹിയിൽ നയിച്ചത് പേരോക്കുന്നില്ല, റാണി ജവഹരി ലക്ഷ്മിഭായി, നാനാ സാഹിബ്, ബഹദൂർ ഷാ, ഡൽഹിയിൽ നയിച്ച ബഹദൂർ ഷാ. അപ്പോൾ നമ്മളെല്ലാം മറന്ന് നമ്മുടെ ആപത്തായ നമ്മുടെ രാജ്യം പിടിച്ചടക്കി ഭരിക്കാൻ വന്ന ബ്രിട്ടീഷുകാരെ നമ്മൾ ഒരുമിച്ച് നേരിട്ട് അവരെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കി സ്വാതന്ത്ര്യം നേടിക്കിട്ട മഹത്തായ മണ്ണാണ് നമ്മുടെ നാട്. അതിനെ മലബാറിന് വളരെ വലിയ പങ്കുണ്ട്. പിന്നെ നമ്മളെല്ലാം സ്നേഹത്തോടെ മതവും ജാതിയും ഒരു തരത്തിലും ചിന്തിക്കാതെ നമ്മുടെ നാട്ടിൽ ഒരുമിച്ചാണ് സ്നേഹത്തോടെ ഒരു ഭദ്രതയുള്ള നാടാണ്. ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ചില ലക്ഷ്യങ്ങളോട് കൂടി പ്രവർത്തിക്കുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചടങ്ങുകൾ, ഇങ്ങനെയുള്ള നിഗൂഢ ശക്തികളെ തിരിച്ചറിയാനുള്ള ഒരു ബോധവൽക്കരണം, മനസ്സിനൊരു പക്വത വരുത്തുന്നതാണ്. നമ്മളെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മുടെ അടുത്തുള്ള ഇപ്പം എനിക്ക് ശ്രീകുമാർ പനി വന്നാൽ അടുത്തുള്ള സൈബായിരിക്കും മുസ്ലിം കൊണ്ടുവന്നത്, അപ്പുറത്തുള്ള വക്കീൽ. അതിന് ഒരു ജാതിയും ഒരു ബോധവുമില്ല നമ്മുടെ നാട്ടില്. ഒരുമിച്ചാണ് എല്ലാം നേരിടുന്നത്. എന്താവത്ത് വന്നാലും ഇവിടെ എന്തൊക്കെ പ്രളയം വന്നു അല്ലേ? പ്രളയം വന്നു, നിപ്പ വന്നു, ദുരന്തം വന്നു, നമ്മളൊന്നും നോക്കിയില്ല. നമ്മള് ഇപ്പം അടുത്ത കാലത്ത് ഈ നെടുമ്പാശ്ശേരിയിൽ ഒരു ഫ്ലൈറ്റ് അപകടം ഉണ്ടായി. നമ്മൾ എന്തെങ്കിലും നോക്കിയാണോ? നമ്മൾ ജാതിയും മതവും നോക്കിയല്ല പെരുമാറി. പക്ഷേ ഇതിൽ ചില ശക്തികൾക്ക് ചില ഗുണദോഷങ്ങളുണ്ട്. അപ്പൊ അത് തിരിച്ചറിയാൻ ഈ മഹത്തായ സദസ്സുകളും ഇങ്ങനെയുള്ള KGN പ്രോഗ്രാം, KGN ട്രസ്റ്റിന്റെ ഈ മഹത്തായ പരിപാടികൾ വളരെ നല്ല രീതിയിൽ ഗുണം ചെയ്യും. ഈ KGN ട്രസ്റ്റിന് കൂടുതൽ ഉന്നതി ഉണ്ടാകട്ടെ. ഇന്ന് ഈ നടക്കുന്ന ഈ എല്ലാ പരിപാടികൾക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ഇത് കൂടുതൽ ചുറ്റുപാടിക്കട്ടെ. ആദ്യമായി എന്നെ ഈ മഹത്തായ ചടങ്ങിനെ ക്ഷണിച്ച
എൻ്റെ ഭാരവാഹികൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എൻ്റെ എല്ലാവരുടെ സഹകരണവും ഇന്നൊക്കെ ഉണ്ടാവും. എന്താവശ്യത്തിനും പോലീസ് സ്റ്റേഷൻ വരാം. ഞാൻ പോകുന്നതിന് വരെ എന്ത് കാര്യത്തെ നേരിട്ട് സമീപിക്കാം. എന്നെ ക്ഷണിച്ചതിന് ഒന്നും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസ അർപ്പിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ബഹുമാനിയായ ഫാത്തിമ മുഹമ്മദ് അർബച്ചൻ. എല്ലാവർക്കും നമസ്കാരം. ആദരണീയനായ ഈ പരിപാടിയുടെ അധ്യക്ഷ ഖാജ ഷഫീർ സാഹിബ് അവർ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റ ബഹുമാനപ്പെട്ട MP രാഘവൻ സർ, ബഹുമാനപ്പെട്ട മണൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് സന്തോഷ് മാസ്റ്റർ, എൻ്റെ സഹപ്രവർത്തക സിറാജ്, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, ഈ പ്രദേശത്ത് നല്ല ഒരു പരിപാടി നടത്തുന്ന 2010-15 കാലയളവിൽ ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്ന ആ കാലയളവിൽ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. നമ്മൾക്കറിയാം, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതി മതങ്ങൾക്ക് അതീതമായി കൊണ്ട് നല്ല ഒരു പരിപാടികൾ നടത്തുന്ന ഈ സംരംഭത്തിന് ഇനിയും തുടർ പ്രവർത്തനം നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മുടെ ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട മണപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് മാസ്റ്റർ, KGN ട്രസ്റ്റിൻ്റെ ആദരം ചെയർമാൻ ഖാജ ഗൗസിയുദ്ദീൻ നൽകുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് മാസ്റ്ററെ KGN ആദരം ചെയർമാൻ. ഒരുപാട് തിരക്കുകളിടയിലും ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും ഇവിടെ വന്നെത്തി നമ്മളോട് സംബന്ധിച്ച ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച പ്രിയപ്പെട്ട കുന്നമംഗലം സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീകുമാർ സാറിനെ ആദരിക്കുന്നു. സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി അവർകളെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. KGN ട്രസ്റ്റിൻ്റെ മഹത്തായ ഈ മാനവ മൈത്രി സംഗമം വേദിയിൽ അധ്യക്ഷത വഹിക്കുന്ന ഖാജ ഗൗസി, ഇവിടെ സംസാരിച്ച മണപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് ഫാത്തിമ മുഹമ്മദ്, അതുപോലെ വേദിയിരിക്കുന്ന കൃഷ്ണൻകുട്ടി, മറ്റ് സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇവിടെ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു എന്താ പറയുക, മറ്റൊരു സ്ഥലത്തെത്തിപ്പെട്ട ഒരവസ്ഥയല്ല എനിക്കുള്ളത്. എൻ്റെ സ്വന്തം
സ്ഥലത്ത് ഇരിക്കുന്ന അവസ്ഥയാണ്. ഞാനിത് ഒരു ഭംഗിവാക്കായിട്ട് പറയുന്നതല്ല. എൻ്റെ ഗുരുനാഥൻ മഹർഷി കൃഷ്ണകുമാർജി അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു പോസ്റ്റർ അച്ചടിച്ചിറക്കുന്നുണ്ട്. ആ പോസ്റ്ററിലെ വാചകം 98-ലാണ്. ഇതായിരുന്നു: മതമൈത്രിയല്ല വേണ്ടത്, മാനവമൈത്രിയാണ് എന്നുള്ളത്. ഞാനൊരു ഗുരുകുലം നടത്തുന്നുണ്ട്. ആ ഗുരുകുലത്തിൽ എൻ്റെ ഒരു ആപ്തവാക്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആരുമായിക്കൊണ്ടു പക്ഷേ മനുഷ്യനാണ് എന്നത് മറക്കരുത് എന്നുള്ളതാണ്. നമ്മളിവിടെ മനുഷ്യനെ മറന്നുകൊണ്ട് മറ്റ് പലതിനും പ്രാധാന്യം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വൈതരണികളും വൈഷമ്യങ്ങളുമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ആ വൈതരണികളും വൈഷമ്യങ്ങളും എന്താണ് എന്ന് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. പക്ഷെ ഇത്തരമൊരു വേദിയിൽ അത്തരം ചില അപശബ്ദങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രശ്നം കൂടുതൽ വഷളാകണ്ടെന്ന് കരുതുന്നതുകൊണ്ട് ഞാൻ സ്വയം നിയന്ത്രിക്കുകയാണ്. നമ്മൾ മതത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നു, ജാതിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നു, രാഷ്ട്രീയത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നു. പക്ഷേ മനുഷ്യന് വേണ്ടിയാണ് ഇതൊക്കെ എന്നുള്ള കാര്യം മറന്നു പോവുകയും ചെയ്യുന്നു. ഇവിടെ ദൈവത്തിൻ്റെ ഭാഷയ്ക്ക് മതമില്ല എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ഏറ്റവും സെക്കുലറാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് നിങ്ങളെ അനുഭവപ്പെടുത്തി തരാൻ എനിക്കൊരു മടിയില്ല. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഹിന്ദുക്കളുടെ ഇടയിൽ സൂര്യഗായത്രി മന്ത്രം ചൊല്ലും. മന്ത്രങ്ങളുടെ മാതാവാണ് സൂര്യഗായത്രി എന്നാണ് പറയുക. വേദത്തിലുള്ളൊരു മന്ത്രമാണ്. വിശ്വാമിത്ര ഋഷി ദർശിച്ച ഒരു മന്ത്രം. ഓം ഭൂ ഭുവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന്ന പ്രചോദയാത് എന്നാണ്. ആ മന്ത്രം ചൊല്ലുന്നത് ബ്രാഹ്മണരാണ്. ബ്രാഹ്മണർക്ക് മന്ത്രദീക്ഷ കൊടുക്കുമ്പോൾ എനിക്ക് ഉൾപ്പെടെ ദീക്ഷ തരുന്ന സമയത്ത് ചൊല്ലിത്തരുന്ന ഒരു മന്ത്രമാണ്. പക്ഷേ ഈ മന്ത്രം ചൊല്ലുന്ന ബ്രാഹ്മണന് മാത്രമല്ല സൂര്യൻ്റെ ചൂടും പ്രകാശവും ലഭിക്കുന്നത്. ഒരു മന്ത്രവും അറിയാത്ത, ഈ മന്ത്രം കേൾക്കുക പോലും ചെയ്യാത്ത ആളുകൾക്കും സൂര്യഗായത്രി മന്ത്രം ജപിക്കാത്ത എല്ലാ മനുഷ്യർക്കും എന്ത് കിട്ടും? സൂര്യൻ്റെ ചൂടും പ്രകാശവും ലഭിക്കും. സൂര്യഗായത്രി മന്ത്രത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മതബോധം സൂര്യനുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ എന്നെ സ്തുതിക്ക്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചൂടും പ്രകാശവും തരാം എന്ന് സൂര്യൻ പറയും, ഇല്ലേ? സംശയമുണ്ടോ? നമ്മുടെ ചില പ്രധാനമന്ത്രിമാർ, ചില മുഖ്യമന്ത്രിമാരൊക്കെ സംസാരിക്കുന്ന ഭാഷയിൽ സൂര്യന് സംസാരിച്ചുകൂടെ? എനിക്ക് സിന്ദാബാദ് വിളിക്കും, എനിക്ക് ജയ് വിളിക്കും, അല്ലെങ്കിൽ ഞാൻ ജയ് വിളിക്കുന്നതിന് നിങ്ങളും ജയ് വിളിക്കും, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചൂടും പ്രകാശവും തരാം എന്ന് സൂര്യന് പറയാൻ പറ്റുമല്ലോ? അങ്ങനെ പറയുന്നില്ല സൂര്യൻ. സൂര്യഗായത്രി മന്ത്രം ജപിക്കുന്നവർക്കും ജപിക്കാത്തവർക്കും അതിൻ്റെ ചൂടും പ്രകാശവും നൽകുന്നുണ്ട്. ബൈബിളിലെ ഒരു പ്രസിദ്ധമായ വാക്യമുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള ഒരു ബൈബിൾ വാക്യമാണ്. ആ വാക്യം എന്താണെന്ന് വെച്ചാൽ, പാപികൾക്ക് മേലും പുണ്യവാന്മാർക്ക് മേലും ഒരേ സൂര്യൻ്റെ ചൂടിനാൽ പ്രകാശവും ചൂടും ചൊരിയുന്നവൻ. ദൈവത്തിനെ വിശേഷിപ്പിക്കുകയാണ്. പാപികൾക്ക് മേലും പുണ്യവാന്മാർക്ക് മേലും ഒരേ സൂര്യൻ്റെ ചൂടിനാലും പ്രകാശത്തിനാലും പ്രവർത്തിക്കുന്നവർ. അതാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിന് ഒരിക്കലും മതഭേദമില്ല, ജാതിഭേദമില്ല. ജാതിഭേദവും മതദ്വേഷവും ഇല്ലാത്ത മാതൃകാ സ്ഥാനമായിട്ടാണ് വിശ്വപ്രപഞ്ചത്തെ ദൈവം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ദൈവത്തിന് നിരീശ്വരവാദികളോട് വല്ല വിരോധമുണ്ടോ?
ദൈവത്തിന് ഈശ്വരവാദികളോട് വല്ല വിരോധം ഉണ്ടെങ്കിൽ ദൈവത്തിന് എല്ലാവരെയും ഈശ്വരവാദികളാക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവർ ശ്വസിക്കുന്ന പ്രാണവായു ഒരു 5 മിനിറ്റ് തടഞ്ഞു വെച്ചാൽ മതി. ഒരാൾ നിരീശ്വരവാദി ആകണമെന്ന് ചിന്തിച്ചാൽ ഉടനെ അയാൾക്ക് 5 മിനിറ്റ് പ്രാണവായു തടസ്സപ്പെടുത്തുക. നടക്കുന്നുണ്ടോ അങ്ങനെ? ഇല്ല. അപ്പോൾ ഈശ്വരനിൽ വിശ്വസിക്കുന്നവർക്കും ഏത് മതത്തിലുള്ളവർക്കും ഏത് ലിംഗത്തിലുള്ളവർക്കും കറുത്തവർക്കും വെളുത്തവർക്കും കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും പണ്ഡിതന്മാർക്കും പാമരന്മാർക്കും കുബേരന്മാർക്കും കുചേരന്മാർക്കും ഒക്കെ തന്നെ പ്രാണവായു മുടക്കമില്ലാതെ കൊടുക്കുന്ന കാരുണ്യത്തിൻ്റെ പേരാണ് ദൈവം എന്ന് പറയുന്നത്. ആ ദൈവത്തിന് എവിടെയാ മതവും ജാതിയും? ഇങ്ങനെ ചിന്തിക്കാനുള്ള ഒരു ഉൾത്തുറവ് നമുക്ക് ഉണ്ടാക്കി തരുന്ന വ്യക്തിത്വത്തിൻ്റെ പേരാണ് ഗുരു എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പീർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഗുരുവിൻ്റെ ശിക്ഷണം മനുഷ്യന് അത്യാവശ്യമാണ്. പുരോഹിതന്മാരുടെ ചൂഷണമല്ല ആവശ്യം, ഗുരുവിൻ്റെ ശിക്ഷണമാണ്. യഥാർത്ഥ ഗുരു ശിക്ഷിക്കില്ല. അഥവാ വഞ്ചന ലേശം ഇല്ലാത്ത മനസ്സിൻ്റെയും പ്രവൃത്തിയുടെയും ഉടമയെ മാത്രമേ ഗുരുവെന്ന് വിളിക്കാൻ പാടുള്ളൂ എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. എൻ്റെ ഗുരുനാഥൻ അത്തരത്തിലൊരാളായിരുന്നു എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യവുമുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ വഴിയെ നടക്കാൻ കുറേ ഇടർച്ചകളുണ്ടെങ്കിലും വീണുപോകാതെ നടക്കാൻ ശ്രമിക്കുന്ന ഒരു പാവം ശിഷ്യനാണ്. ഈ ശിഷ്യനെ സൂഫി സാഹിത്യങ്ങളിൽ ഗ്രന്ഥങ്ങളിൽ പരിചയപ്പെടുത്തുന്നത് സാലിക് എന്നാണ്, സാധകൻ എന്നാണ് സംസ്കൃതത്തിൽ പറയുക. സാലിക് എന്നാണ് പറയുക. അപ്പോൾ പീറും സാലിക്കും തമ്മിലുള്ള ബന്ധത്തിൽ കൂടെ ദൈവത്തിൻ്റെ ഭാഷയിലേക്ക് മനുഷ്യ ഹൃദയത്തെ ചേർത്ത് നിർത്തുകയാണ് യഥാർത്ഥത്തിൽ സൂഫിസം ചെയ്യുന്നത്. ഞാൻ ചുരുക്കി പറയാം. സൂഫിസത്തെക്കുറിച്ച് വലിയ പ്രസംഗമൊന്നും ഞാനിപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. വലിയ അറിവുണ്ടായിട്ടല്ല, പക്ഷെ അത്യാവശ്യം അറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഗുരുവിൻ്റെ കൃപ കൊണ്ട്. പക്ഷെ ഞാൻ അതിലേക്ക് കടന്ന് ഇപ്പോൾ സംസാരിക്കുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഭാഷയിലേക്ക് മാനവ ഹൃദയത്തെ ചേർത്ത് നിർത്തുന്നതിന് മനുഷ്യൻ ആദ്യം സാധകനാവണം. സാധകനായ മനുഷ്യന് മാത്രമേ ബോധകനായ പിർ അഥവാ ഗുരു ആയിത്തീരാൻ കഴിയൂ. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള സഹവാസത്തിലൂടെ ദൈവത്തിൻ്റെ ഭാഷയും വെളിച്ചവും മനസ്സിലാക്കുക, അത് പ്രസരിപ്പിക്കുക എന്നതാണ് നമ്മുടെയൊക്കെ ദൗത്യം. ദൈവത്തിൻ്റെ ഭാഷയിലെ ആദ്യത്തെ അക്ഷരം സ്നേഹമാണ്. അവസാനത്തെ അക്ഷരം എന്താണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്കെല്ലാം ആശംസകൾ നേർന്നുകൊണ്ട്, എല്ലാ പ്രാർത്ഥനകളും നേർന്നുകൊണ്ട്, എല്ലാ സൗഹാർദ്ദങ്ങളും പാരസ്പര്യങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എനിക്ക് 3:30 തൃശ്ശൂർ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കണം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോകും. ഞാനിവിടെ കൃത്യസമയത്ത് തന്നെ എത്തി, അഥവാ കൃത്യസമയത്തിന് 1 മണിക്കൂർ മുമ്പ് തന്നെ എത്തി. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ മറ്റൊന്നും ധരിക്കരുത്. നിങ്ങളുടെ കൂടെ ഇരിക്കാനുള്ള വൈഷമ്യം കൊണ്ടല്ല, ഞാൻ ഏറ്റെടുത്തു പോയ, ഇത് ഏൽക്കുന്നതിനേക്കാൾ മുമ്പ് ഏറ്റെടുത്തു പോയ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ചില പ്രവർത്തനങ്ങൾ നടത്താനുള്ളത് കൊണ്ട് ഞാൻ അവിടെ 4 മണിക്കെങ്കിലും എത്തിയേ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനുള്ള അനുവാദം കൂടി നിങ്ങളെല്ലാം തരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സംഭവിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദ്യം. ചടങ്ങിന് നമ്മോട് സംസാരിച്ച പ്രിയപ്പെട്ട സ്വാമിജിയെ ആദരിക്കുകയാണ്. അതിനുവേണ്ടി ചെയർമാനെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്വാമിയെയും ബഹുമാനം. നമ്മുടെ ചടങ്ങിന് ആശംസ അർപ്പിച്ച ബഹുമാനിയായ മടവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ മുഹമ്മദിന് KGM ട്രസ്റ്റിന്റെ ആദരം ബൽക്കീസ് കോട്ടയം നൽകുന്നു.
അദ്ദേഹത്തിന് ആശംസ അർപ്പിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ സിറാജ് ചെറുവനത്ത് സംസാരിക്കും. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ രാജ തോസിക്ക് ഉദ്ഘാടനം ചെയ്ത ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റ എൻ.കെ. രാഘവൻ MP സാർ ആശംസ പ്രസംഗം നടത്തിയ സന്തോഷ് മാസ്റ്റർ, ഫാത്തിമ മുഹമ്മദ്, റൻസീന മെരുക്കി, സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തികൂടി, കൃഷ്ണൻകുട്ടി റിട്ടയർ ജില്ലാ ജഡ്ജ് ശ്രീ ഗീത മെമ്പർ സൈനുദ്ദീൻ മണവൂർ. ഈ മാനവ മൈത്രി ഈ സംഗമം ഞാൻ ഇലക്ഷനിൽ മത്സരിക്കുന്ന സമയത്ത് ഇവിടെ വരികയും ഇവിടെ വന്ന് ട്രസ്റ്റിൻ്റെ ചെയർമാൻ എന്നോട് പറഞ്ഞത് ഇവിടേക്ക് വരുമ്പോൾ ഇനി വരുമ്പോൾ ജയിച്ചിട്ടേ വരാവൂ എന്ന് ആശീർവാദം തരികയും പിന്നീട് ഇവിടെ വന്ന് അദ്ദേഹം എന്നെ ആദരിക്കുകയും എല്ലാം ചെയ്തതിനെല്ലാം നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നടത്തുന്നു. എല്ലാവർക്കും ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് റിട്ടയർഡ് ജില്ലാ ജഡ്ജി കൂടിയായിരുന്ന പ്രിയപ്പെട്ട കൃഷ്ണൻകുട്ടി അവർകളെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തുന്ന ശ്രീ എൻ.കെ. രാഘവൻ MP, ആശംസാ പ്രസംഗം നടത്തിയ സന്തോഷ് മാസ്റ്റർ, പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഫാത്തിമ മുഹമ്മദ്, മെമ്പർ റംസീന, സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി, CP നിഷിക, സൈനുദ്ദീൻ, വേദിയിൽ മുസാഫിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാർ, ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ പേരിൽ പലവിധ കോലാഹലങ്ങളും അക്രമങ്ങളും കൊലപാതകങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു നാട്ടിൽ ഞങ്ങൾക്കിവിടെ വേണ്ടത് മനുഷ്യർക്കിടയിലുള്ള സ്നേഹവും സൗഹാർദ്ദവും സഹവർത്തിത്വവും ഒക്കെയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചാണ് KGN ട്രസ്റ്റിൻ്റെ ചെയർമാനും മറ്റു പ്രവർത്തകരും വളരെയധികം ആദരവർത്തിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാർ. ഇങ്ങനെ ഞങ്ങൾക്ക് ആവശ്യം ഈ പറഞ്ഞ ഞങ്ങൾക്കിടയിൽ ഈ പറഞ്ഞ രാഷ്ട്രീയ ജാതിമത വിദ്വേഷങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് മതസൗഹാർദ്ദവും അതുപോലെ സഹവർത്തിത്വവും സ്നേഹവും മനുഷ്യർക്കിടയിലുള്ള ഐക്യമൊക്കെയാണ് ഞങ്ങൾക്ക് പ്രധാനമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവിടെ എല്ലാവരും വന്നിരിക്കുന്നത്. അത് ഈ നാടിൻ്റെ സംസ്കാരത്തെയാണ് കാണിക്കുന്നത്. നല്ലവരായ ഇതിൻ്റെ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും നല്ല മനസ്സാണ് അത് സൂചിപ്പിക്കുന്നത്. ഇപ്പം നമ്മൾ കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാ ഇന്ത്യക്കാരനും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് പഠിച്ചവരാണ്. പക്ഷേ പല ആളുകളും പലപ്പോഴും മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനം പല ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇപ്പം മറ്റൊരാൾ കഷ്ടപ്പെടുമ്പോൾ അയാളെ സഹായിക്കാനുള്ള മനസ്ഥിതി ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ റോഡിലൊരു അപകടം പറ്റി കിടക്കുമ്പോൾ രക്തമാർന്നൊലിച്ചുകൊണ്ട് കിടക്കുമ്പോൾ അതുവഴി പോകുന്ന കാറിൽ യാത്ര ചെയ്യുന്നവരെന്താണ് ചെയ്യേണ്ടത്? 5 പേരും കാറിൻ്റെ ഗ്ലാസ് ഒന്ന് താഴ്ത്തി
ഇത് എൻ്റെ ആരുമല്ല, എൻ്റെ പരിചയക്കാരുമല്ല, നാട്ടുകാരുമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഫലം വിടുന്ന കാഴ്ചയാണ് കാണുന്നത്. പലപ്പോഴും നമ്മൾക്ക് പത്രങ്ങളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അവിടത്തേക്ക് കിടന്നിരുന്ന ആളെ ആശുപത്രിയിൽ എത്തിക്കാൻ കണ്ടു നിന്നവർ ഒന്നും ചെയ്യാറായില്ല. അതുകൊണ്ട് ആശുപത്രിയിൽ എത്തിക്കാൻ നേരം വൈകി പോയതുകൊണ്ട് അയാൾ മരണപ്പെട്ടു. അങ്ങനെയുള്ള ദുഃഖകരമായ വാർത്തകൾ നമ്മൾ വരുന്നത്. അപ്പം അങ്ങനെ അപകടം നടന്ന സ്ഥലത്തും ഓടിയെത്തുന്നത് ചുമട്ടുതൊഴിലാളികളെ പോലെയുള്ളവരാണെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരാണ് മനുഷ്യർ? അപകടം പറ്റി രക്തം വാർന്ന് കിടക്കുന്ന ഒരാളെ കണ്ടുകൊണ്ട് കാറിൽ യാത്ര ചെയ്യുന്നവർ, കാർ നിർത്താതെ പോകുന്ന, തൻ്റെ പേരിൻ്റെ വലതുഭാഗത്ത് ഒരുപാട് അക്ഷരമാലകൾ PhD-യുടെയും ഡിഗ്രിയുടെയും PG-യുടെയും അക്ഷരമാലകൾ എഴുതിച്ചേർത്തിരിക്കുന്ന വലിയ വിദ്യാസമ്പന്നരായ ഉദ്യോഗസ്ഥരാണോ? അതല്ല, ആ മനുഷ്യൻ വീണ് കിടക്കുമ്പോൾ അയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ ഓടിയെത്തിയ ചുമട്ട് തൊഴിലാളിയാണോ യഥാർത്ഥ മനുഷ്യനെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ ബഹുമാന്യനായ ഈ ട്രസ്റ്റിൻ്റെ ചെയർമാൻ പറയുകയുണ്ടായി, ഒരു നല്ല മനുഷ്യനായി തീരണം, ഒരു മികച്ച മനുഷ്യനായി തീരണം എന്ന് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത്. ഇത് പറയുമ്പോൾ സുഡാനിൽ പണ്ട് നടന്ന ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമ്മുടെ സുഡാനിൽ 1993 കൊടും പട്ടിണിയും വെറും ദാരിദ്ര്യമായിരുന്നു. പട്ടിണി മൂലം ആളുകളൊക്കെ മരിച്ചു വീഴുന്ന അവസ്ഥ, കുട്ടികളും പെൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഇതൊന്ന് അപ്പോൾ ഐക്യരാഷ്ട്രസഭ തീരുമാനം എടുക്കുന്നുണ്ട്, ഒരു പ്രതിനിധി സംഘത്തെ സുഡാനിലേക്ക് അയക്കണം. എന്തിനാ? അങ്ങനെ ഒരു പ്രതിനിധി സംഘത്തെ കൊണ്ട് അയച്ചു. ആ സംഘത്തിൻ്റെ കൂട്ടത്തിൽ കെവിൻ കാർട്ടർ എന്നൊരു മാധ്യമപ്രവർത്തകനുണ്ടായിരുന്നു. അപ്പോൾ സംഘം അവിടെ നിന്ന് കിട്ടാവുന്ന ചിത്രങ്ങളും മറ്റ് വിവരങ്ങളും ഒക്കെ ശേഖരിച്ച് വിമാനത്താവളത്തിൽ മടങ്ങുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരണമെന്ന്. അവർ കെവിൻ കാർട്ടർ അയാളുടെ കൂടെ പോയി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, 2-3 വയസ്സുള്ള ഒരു പെൺകുട്ടി, എല്ലും തോലുമായ പെൺകുട്ടി, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത പെൺകുട്ടി, ഭക്ഷണ കേന്ദ്രം ലക്ഷ്യമാക്കിക്കൊണ്ട് മുട്ടിലെഴിഞ്ഞു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത് കണ്ടപ്പോൾ കെവിൻ കാർട്ടർക്ക് വളരെയധികം സന്തോഷമായി. വീണ്ടും നോക്കുമ്പോൾ കാണുന്നത് ഒരു കഴുകിന് അവിടെ നിലയുറപ്പിക്കുന്നത് കുറച്ച് മാറി. കഴുകിന് ഒരു പ്രത്യേകതയുണ്ട്, കളവിൽ ചതിയില്ല എന്ന് പറഞ്ഞതുപോലെ മരിച്ചു വീണാൽ മാത്രമേ പട്ടിയെടുക്കൂ. അപ്പോൾ ഈ കുട്ടി മരിച്ചു വീഴുന്നതും കാത്തിരിക്കാൻ കഴിയും പട്ടിയെടുക്കാൻ. കെവിൻ കാർട്ടർക്ക് യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നത് ഈ കുട്ടി മരിച്ചു വീഴുന്നതും കഴുകൻ പട്ടിയെടുക്കുന്നതുമായിട്ടുള്ള രംഗമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ തൻ്റെ വിമാനം നഷ്ടപ്പെട്ടു പോകുമെന്ന കാരണത്താൽ ഇതാവുന്ന ഫോട്ടോയെടുത്ത് കെവിൻ കാർട്ടർ മടങ്ങുമ്പോൾ ആ ഫോട്ടോയിലായിരുന്നു ഇന്നും തോലുമായ പെൺകുട്ടി, പട്ടിണി ഘോരമായ പെൺകുട്ടി, സുഡാനിലെ ദാരിദ്ര്യം വരച്ചു കാട്ടുന്ന പെൺകുട്ടി. ആ ഫോട്ടോ വിമാനത്തെ ഭാഗത്തേക്ക് പോകുമ്പോൾ കെവിൻ കാർട്ടർ ന്യൂയോർക്ക് ടൈംസ് എന്ന പത്രത്തിന് അയച്ചു കൊടുത്തു. പത്രാധിപർക്ക് കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി. ഇതൊരൊറ്റ ഫോട്ടോ മതി സുഡാനിലെ ദാരിദ്ര്യാവസ്ഥ ലോകത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ. ഇതിന് പ്രസംഗങ്ങൾ വേണ്ട, ലേഖനങ്ങൾ വേണ്ട, മറ്റ് വിശദീകരണങ്ങളൊന്നും വേണ്ട, ഈ ഒരൊറ്റ ഫോട്ടോ തന്നെ ധാരാളം എന്ന് കണ്ടുകൊണ്ട് പത്രപ്രവർത്തകർ പട്ടിയെന്ന് സന്തോഷിച്ചു. കിട്ടിയെന്ന് പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൻ്റെത് ഈ കുട്ടിയുടെ ഫോട്ടോ അച്ചടിച്ചു വന്നു. അഭിനന്ദനങ്ങളുടെ പ്രവാഹം. കൂട്ടത്തിൽ വന്ന ഒരു വായനക്കാരൻ പത്രാധിപരോട് ചോദിക്കുന്നുണ്ട്, അല്ല പത്രാധിപരെ അവിടെ കണ്ട പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു? അപ്പോൾ പത്രാധിപർ പറഞ്ഞു, ഞാൻ അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. കെവിൻ കാർട്ടർ വിളിച്ച് ചോദിക്കുന്നുണ്ട്. കെവിൻ കാർട്ടർ പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ വിമാനം പോകുന്ന തിരക്കിൽ വളരെ വഴി പോരുകയായിരുന്നു. ആ കുട്ടി മിക്കവാറും ഭക്ഷണ കേന്ദ്രത്തിൽ എത്തി ഭക്ഷണം കിട്ടിക്കാണുമെന്ന് പറഞ്ഞു. ഈ പത്രാധിപർ ഈ വിവരം വായനക്കാരന് കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് മറ്റൊരു പത്രാധിപർ മറ്റൊരു വായനക്കാരൻ കെവിൻ കാർട്ടർ നേരിട്ട് വിളിച്ചു. ഇതേ ചോദ്യം ചോദിച്ചു, ഇതേ ഉത്തരവും കൊടുത്തു. ആ വായനക്കാരൻ രണ്ടാമത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ല കെവിൻ കാർട്ടർ, അവിടെ എത്ര കഴുകന്മാരുണ്ടായിരുന്നു? കെവിൻ കാർട്ടർ പറഞ്ഞു, ഒരു കഴുകനാണ് ഉണ്ടായിരുന്നത്. വായനക്കാരൻ മറുതലത്തിൽ പ്രതികരിച്ചു, അല്ല അവിടെ 2 കഴുകന്മാരുണ്ടായിരുന്നു.
അതിലൊരു കഴുകന്റെ കഴുത്തിൽ ക്യാമറയും തൂക്കിയിട്ടെന്ന് പറഞ്ഞപ്പോൾ കിളിൻ ഡോക്ടർക്ക് ഒരു മികച്ച മനുഷ്യനാവാൻ സാധിച്ചില്ല. ആ കുട്ടിക്ക് ഒരു നേരത്തെ ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ കിളിൻ ഡോക്ടറെ കഴിയുമായിരുന്നു. ഒരു മികച്ച മാധ്യമ പ്രവർത്തകനാകുമ്പോൾ, ഒരു മികച്ച ഫോട്ടോ ജേർണലിസ്റ്റ് ആകുമ്പോൾ, ഒരു മികച്ച പത്രക്കാരാകുമ്പോൾ ഇങ്ങനെയുള്ള ഒരു മികച്ച മനുഷ്യനാവാൻ കിളിൻ ഡോക്ടർ കഴിഞ്ഞില്ല. ഈ ചോദ്യം താങ്ങാനാവാത്ത ശേഷം ചരിത്രമാണ്. തന്നെ 32ാമത്തെ വയസ്സിൽ കിളിൻ ഡോക്ടർ സൂയിസൈഡ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഒരു മികച്ച മനുഷ്യനാകാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. എനിക്ക് പറയണം, ഇവിടെ പ്രാചീന കാലം മുതൽ പ്രധാനം ബൈബിളും അതുപോലെ ഹിന്ദു മത വേദങ്ങളും ഒക്കെ പറയുന്നത് മനുഷ്യനൊന്നായിരിക്കണം. മനുഷ്യരുടെ സ്നേഹത്തിനും സഹവർത്തിത്വത്തിനും ത്യാഗത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ സന്ദേശം നൽകിക്കൊണ്ടുള്ള മതഗ്രന്ഥങ്ങളാണ് മുഹമ്മദ് നബിയും യേശുക്രിസ്തുവും ശ്രീബുദ്ധനും അതുപോലെ ശ്രീനാരായണ ഗുരുവൊക്കെ സ്നേഹത്തിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒത്തൊരുമയുടെയൊക്കെ സന്ദേശവാഹകരാണ്. പിന്നീട് വികാരങ്ങളോട് ഇന്ത്യ രാജ്യത്ത് ആത്മജിയെ പോലുള്ള മകൻ വ്യക്തികളുണ്ടായി. മനുഷ്യസ്നേഹം സമാധാനവും ശാന്തിയും ആഗ്രഹിച്ചുകൊണ്ട് പ്രചരിപ്പിച്ചെന്നുള്ളതുണ്ടായിരുന്നു. അതിനുശേഷം അതേ കാലങ്ങളിൽ തന്നെ ഡോക്ടർ അംബേദ്കർ ഭരണഘടനയിലൂടെ രാജ്യത്ത് ജനങ്ങളുടെ സമത്വം ഉണ്ടാകണമെന്ന കാഴ്ചപ്പാടോടെ, ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള വ്യത്യാസം രാജ്യത്തുണ്ടാകരുത് എന്ന കാഴ്ചപ്പാടോടെ ഇന്ത്യ രാജ്യം എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിവുള്ളതായിരിക്കണം എന്ന കാഴ്ചപ്പാടോടെ തയ്യാറാക്കിയ ഭരണഘടനയിലൂടെ മനുഷ്യസ്നേഹം, മനുഷ്യന്റെ ഒത്തൊരുമയും സമത്വവും ഒക്കെ വീണ്ടും വിളിച്ചോതിക്കൊണ്ട് തയ്യാറാക്കിയ ഒരു ഭരണഘടന നമുക്ക് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി. 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള 7-അംഗ ഭരണഘടനാ സമിതി ഒരു ഭരണഘടന ഇത് തയ്യാറാക്കാൻ നിയോഗിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ അംബേദ്കറെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഭരണഘടന എഴുതി തയ്യാറാക്കാനുള്ള സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അംബേദ്കറുടെ പേര്, ഒരു ദളിത വിഭാഗക്കാരനായിരുന്ന അംബേദ്കറുടെ പേര് നിർദ്ദേശിച്ചപ്പോൾ ഇവിടുത്തെ ഭരണാധികാരികൾക്കിടയിലും അതുപോലെ രാഷ്ട്രീയ നേതാക്കൾക്കിടയിലുമൊന്നും യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല. കാരണം ആ സ്ഥാനത്തേക്ക് ഏറ്റവും പ്രാപ്തനായ വ്യക്തി ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഡോക്ടർ അംബേദ്കർ ആയിരുന്നു. വിദ്യാസമ്പന്നനായിരുന്നു അദ്ദേഹം, ബുദ്ധിമാനായിരുന്നു, ഇതിൻ്റെ വീക്ഷണമുള്ള ആളായിരുന്നു. അങ്ങനെ ഈ സമിതി ലോകത്തുള്ള പല രാജ്യങ്ങളുടെയും ഭരണഘടനകളെക്കുറിച്ചും ഭരണ സംവിധാനങ്ങളെ കുറിച്ചുമൊക്കെ പഠിച്ച് മനസ്സിലാക്കി അവയിൽ നിന്നൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് എഴുതി തയ്യാറാക്കിയ ഭരണഘടന 1949 നവംബർ മാസം 26-ാം തീയതി രാജ്യത്തിന് സമർപ്പിച്ചു. ആ ഭരണഘടനയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ജനങ്ങളുടെ ഐക്യത്തിന് വേണ്ടി, ജനങ്ങളുടെ സമത്വത്തിന് വേണ്ടിയുള്ള ഒരുപാട് വ്യവസ്ഥകളുണ്ട്. അതുപോലെ തന്നെ മതേതരത്വം, ജനാധിപത്യം, സോഷ്യലിസം ഇതൊക്കെ അടിസ്ഥാന തത്വങ്ങളാക്കിയ ഭരണഘടനയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭരണഘടന ഉള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇപ്പോഴും പല ആളുകളും പരസ്പരം പോരാടിക്കൊണ്ടിരിക്കുകയാണ്. മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലൊക്കെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള മനുഷ്യരെ ഒന്നിപ്പിക്കാനുള്ള, മനുഷ്യസ്നേഹം വർദ്ധിപ്പിക്കാനുള്ള, മനുഷ്യർക്കിടയിലുള്ള ശാന്തിയും സമാധാനവും സമൂഹത്തിൽ ഉണ്ടാക്കാനുള്ള ഒരു ആഗ്രഹവുമായി സംഘടിപ്പിച്ച ഇങ്ങനെയുള്ള ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. KGN ട്രസ്റ്റിന്റെ മാനവീയ പുരസ്കാരം സമർപ്പിക്കുന്നതിന് വേണ്ടി KGN ട്രസ്റ്റിന്റെ ചെയർമാനെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി MP ഫസ്നയെയും ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഫസ്റ്റ് വേദിയിലേക്കുള്ള ബഹുമാനപ്പെട്ട വ്യക്തികളെ,
മാനവീയ പുരസ്കാരത്തിന് എന്നെ തിരഞ്ഞെടുത്ത സംഘാടകർക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് മെമ്പറും യുവ കവിയുമായിട്ടുള്ള പ്രിയപ്പെട്ട കവിയത്രി കൂടിയായിട്ടുള്ള റംസീന നരിക്കുനിയെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾ, രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ പ്രഗത്ഭർ, എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വേദിയിൽ നിന്ന് സദസ്സിലേക്ക് നോക്കുന്ന സമയത്ത് അനൽപമായ അഭിമാനവും സന്തോഷവും തോന്നുന്നുണ്ട്. ആധുനിക കാലത്ത് മനുഷ്യരെ യാതൊരു തരത്തിലുള്ള അതിരുകളും വേലികളും ഇല്ലാതെ ചേർന്നിരിക്കുന്നത് കാണുക എന്നുള്ളത് പുതിയ കാലത്ത് തരുന്ന പ്രതീക്ഷയും സന്തോഷവും ചെറുതല്ല. വിവിധ ആളുകൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ആധുനിക ഇന്ത്യയുടെ ചിത്രങ്ങളെ, അതിൻ്റെ സമകാലിക സാഹചര്യങ്ങളെ, വർത്തമാനങ്ങളെയും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. മതത്തിൻ്റെയും ജാതിയുടെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ ഈ ആധുനിക കാലത്തും മനുഷ്യർ വിഭജിക്കപ്പെടുന്നു എന്നുള്ളതും, അതല്ലെങ്കിൽ വിഭജിക്കപ്പെടാനുള്ള ശ്രമങ്ങൾ ഭരണതലങ്ങളിൽ നിന്ന് പോലും നടക്കുന്നു എന്നുള്ളതും മനുഷ്യരെന്നുള്ള നിലയിൽ, മാനവികതയെ ഈ നാട്ടിൽ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ നമുക്കൊക്കെ തരുന്ന വേദന ചെറുതല്ല. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യയുടെ പല അറ്റങ്ങളിൽ നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊന്നും അത്ര സുഖകരമായിട്ടുള്ള, പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള വാർത്തകളല്ല. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും ഒരു വിദ്യാർത്ഥിയെ ക്ലാസ് മുറിയുടെ മുന്നിൽ കൊണ്ട് നിർത്തി നിന്റെ മതം ഏതാണ് എന്ന് ചോദിക്കുകയും അധ്യാപികയ്ക്ക് ഇഷ്ടപ്പെടാത്ത, അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു മതമാണ് എന്നുള്ളതിൻ്റെ പേരിൽ സഹപാഠിയായിട്ടുള്ള മറ്റൊരു കുട്ടിയെ വിളിച്ചു വരുത്തി നീ ഈ കുട്ടിയുടെ മുഖത്തടിക്കണം എന്ന് ആ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന മറ്റൊരു കുട്ടിയോട് ആജ്ഞാപിക്കുകയും ആ കുട്ടി, മുന്നിൽ നിൽക്കുന്ന കുട്ടി അടി വാങ്ങുന്നത് എന്തിനാണ് എന്ന് ആ കുട്ടിക്ക് അറിയില്ല. അടിക്കുന്ന കുട്ടിക്കറിയില്ല ഞാൻ എന്തിനാണ് ഈ കുട്ടിയെ അടിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ അധ്യാപിക എന്തിനാണ് ഈ കുട്ടിയെ അടിക്കാൻ എന്നോട് കൽപ്പിക്കുന്നത് എന്നറിയില്ല. അത്രയും കുഞ്ഞു കുട്ടികളാണ്. എന്നിട്ട് ആ കുട്ടിയുടെ മുഖത്തടിക്കുകയും അത് വീഡിയോ എടുത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്ത ഒരു നാടാണ് ഇന്ത്യ എന്നുള്ള വസ്തുതയ്ക്ക് മുന്നിൽ മരവിച്ചു നിൽക്കുന്ന മനുഷ്യരാണ് നമ്മളൊക്കെ. ഇത് കേവലം ഒരു സംഭവ വികാസം മാത്രമല്ല. ഇത്തരം വാർത്തകളെ ദൈനംദിനം എന്നോണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഒക്കെ പേരിൽ പഴയ കാലത്ത് മനുഷ്യരെ വിഭജിക്കപ്പെടുകയും ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വങ്ങൾ വലിയ തോതിൽ നിലനിൽക്കുകയും ചെയ്ത ഒരു നാട് തന്നെയായിരുന്നു ഇന്ത്യ. ഇന്ത്യയിൽ പ്രത്യേകിച്ചും നമ്മുടെ കേരളം. പക്ഷേ നിരവധി നവോത്ഥാന നായകരുടെ കടന്നുവരവും അവര് ഈ നാട്ടിൽ ഉണ്ടാക്കിയ വലിയ വിപ്ലവാത്മകമായിട്ടുള്ള മാറ്റങ്ങളുടെയും ഭാഗമായിട്ട് അത്തരം ആചാരാനുഷ്ഠാനങ്ങളെയും മുഴുവനും പടിയടച്ച് പിണ്ടം വെക്കാൻ സാധിച്ച അഭിമാനമുള്ള ഒരു ജനത കൂടിയായിരുന്നു നമ്മൾ. പക്ഷെ പണ്ട് നിലനിന്നിരുന്ന
ജാതീയ വിദ്വേഷങ്ങളുടെ രൂപം മാറി മറ്റൊരു തലത്തിലാണ് ഇന്ന് ഇത്തരം വിഭജനങ്ങൾ കടന്നു വരുന്നത് എന്നുള്ളതും അതിലേറ്റവും സങ്കടകരമായിട്ടുള്ള വസ്തുത ഭരണാധികാരികളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം വിഭജനങ്ങൾക്ക് നിറഞ്ഞ പിന്തുണ നമ്മുടെ രാജ്യത്ത് ലഭിക്കുന്നു എന്നുള്ളതുമാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത്. നമുക്കറിയാം, പഴയ കാലത്ത് സതി പോലുള്ള അതല്ലെങ്കിൽ മാറുമറയ്ക്കാൻ സ്ത്രീകൾക്ക് സാധ്യമാകാത്ത ഒരിടമായിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതിനോടൊക്കെ പടപൊരുതി ജയിച്ചു വന്ന പിൻഗാമികളുടെ മക്കളാണ് നമ്മളൊക്കെ. പണ്ട് കാലത്തെ ജാതീയതയെ കുറിച്ച് എന്നെക്കാളും കൃത്യമായിട്ട് എന്നെക്കാൾ സീനിയർ ആയിട്ട് ഉള്ള ആളുകളാണ് എന്നെ കേൾക്കുന്നവരിൽ 75% ആളുകളും എന്നുള്ള നല്ല ബോധം എനിക്കില്ല. അക്കാലത്ത് പിറന്നിരുന്ന കലാസൃഷ്ടികളിലൊക്കെ നമ്മൾ അത് കാണുകയായിരുന്നു. ഓർമ്മയില് ഒരു പാട്ടിന്റെ ഒരു വരിയുണ്ട്, ജാതി നോക്കി തീർ വെച്ചേടിച്ചതാഴൻ മൺകൂടിൽ ജീവനും കൊണ്ടോടിയപ്പോൾ എത്തി ഞാൻ ഈ പാതയിൽ. ഇങ്ങനെ ഒരുപാട് കലാസൃഷ്ടികൾ, പഴയ കാലത്ത് ഇറങ്ങിയ കലാസൃഷ്ടികൾ മുഴുവനും അക്കാലത്ത് നിലനിന്നിരുന്ന ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങളോട് പടപൊരുതിയിരുന്നു എന്നുള്ളതാണ്. സിനിമകളാണെങ്കിലും മറ്റേത് മേഖലയിലുള്ള പാട്ടുകളാണെങ്കിലും കവിതകളാണെങ്കിലും കലാരൂപങ്ങളാണെങ്കിലും നമുക്കറിയാം, കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളല് പോലും അക്കാലത്ത് നിലനിന്നിരുന്ന ജാതീയമായിട്ടുള്ള അനാചാരങ്ങളോടും ഉച്ചനീചത്വങ്ങളോടും കൃത്യമായിട്ട് കലഹിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് 21ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ കടന്നു നിൽക്കുന്ന സമയത്ത് ജാതീയതയില്ലാത്ത മതവെറിയില്ലാത്ത ഒരു മനുഷ്യരാണ് അതല്ലെങ്കിൽ ഒരു ജനതയാണ് ഈ നാട്ടിൽ നിലനിൽക്കുന്നത് എന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്നവരല്ല നമ്മൾ എന്നുള്ളതാണ്. കാരണം നിലനിൽക്കുന്ന സാഹചര്യങ്ങളെ കുറിച്ച് നമുക്കൊക്കെ ഉത്തമ ബോധ്യമുണ്ട്. മതവും ഭക്തിയും മനുഷ്യരുടെ ഉള്ളിലുള്ള ആത്മീയതയും ഏറ്റവും കൃത്യമായിട്ട് പല നിലകളിൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. നമ്മൾ കേൾക്കുന്നുണ്ട് ആത്മീയ പ്രബോധന പ്രസംഗങ്ങളൊക്കെയും പലപ്പോഴും അതിന് കുറച്ചും കൂടി സൗകര്യപ്രദമായിട്ടുള്ള ആധുനിക കാലത്തെ സോഷ്യൽ മീഡിയയുടെ ആവിർഭാവത്തോടു കൂടി അതൊക്കെയും ഇങ്ങനെ വേദികെട്ടി നമ്മളെല്ലാവരും ഇരുന്ന് സംസാരിക്കുന്ന ആ ചിത്രങ്ങളൊക്കെ മാറിയിട്ട് നമ്മൾ പലപ്പോഴും പഠിക്കാൻ യൂട്യൂബുകളെ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന കാലമാണ്. പല പ്രബോധന പ്രസംഗങ്ങളും കേൾക്കുമ്പോൾ ചിലപ്പോൾ തോന്നും അതിലവരൊരു വിഷയത്തെ അല്ല അവതരിപ്പിക്കാൻ ശ്രമിക്കുക. പലപ്പോഴും ആദ്യം പറയാം, എൻ്റെ ചാനലിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ ആളുകൾക്കും ഞങ്ങളുടെ ചാനലിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുക എന്നതാണ് ആവർത്തിച്ച് പലപ്പോഴും പല പ്രഭാഷണങ്ങളിലും നമ്മളൊക്കെ കേൾക്കുന്നത്. മതമെന്നുള്ളതിനെ ഏറ്റവും കൃത്യമായിട്ട് പലരും വ്യവസായം ചെയ്യപ്പെടുന്നു എന്നുള്ളത് ആധുനിക കാലത്തൊരു നഗ്ന സത്യമാണ്. ഭക്തി എന്നുള്ളത് അതിൻ്റെ അർത്ഥതലങ്ങൾ മാറി അത് കേവലം പ്രകടനപരത മാത്രമാകുന്ന, മനുഷ്യർക്കുള്ളിൽ ദൈവമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനെ അതിനെ വ്യാഖ്യാനിക്കുന്നതിലും വിവക്ഷകൾ നൽകുന്നതിലും പലർക്കും തെറ്റിപ്പോയോ എന്നറിയില്ല. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഇവിടെ പിറക്കപ്പെട്ട ഉത്ഭവിക്കപ്പെട്ട എല്ലാ മതങ്ങളും പറയുന്നത് മനുഷ്യരെ ചേർത്ത് നിർത്തുക എന്നുള്ളത് തന്നെയാണ്. നമ്മളിപ്പോ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന സംഭവ വികാസങ്ങളാണ്. ഒരു ശ്രീകൃഷ്ണ ജയന്തിയുടെ റാലി പോകുമ്പോൾ അതിന് ഒരു മുസ്ലിമായ അതല്ലെങ്കിൽ ആ മതത്തിൽപ്പെട്ടതല്ലാത്ത ഒരാള് അതിനൊരു മിഠായി കൊടുക്കുകയോ ഒരു നാരങ്ങ വെള്ളം വിതരണം ചെയ്യപ്പെടുകയോ ചെയ്യുമ്പോൾ അത് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആഘോഷിക്കുന്നു. ഒരു ശബരിമലയിലേക്ക് പോകുന്ന തീർത്ഥാടകർക്ക് എവിടെയെങ്കിലും അവർക്ക് താമസിക്കാനുള്ള, അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സൗകര്യം എവിടെയെങ്കിലും ഒരുക്കി കൊടുക്കുന്ന മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾ വല്ലാതെ ആഘോഷിക്കപ്പെടുന്നു. നബിദിന റാലി പോകുന്ന സമയത്ത് നോട്ടുമാല ഇട്ടുകൊടുത്ത ഒരു സ്ത്രീ വല്ലാതെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായി. ഇതൊന്നും തെറ്റ് എന്ന് പറയുന്നില്ല, പക്ഷെ പണ്ട് കാലത്ത് ഇതിനേക്കാൾ മനോഹരമായിട്ട് ഇതൊക്കെയും നിലനിന്നിരുന്നു.
എപ്പോഴാണ് നമുക്കൊക്കെ ഇത് അസ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നിത്തുടങ്ങിയതോ അപ്പോഴാണ് നമുക്ക് അപജയങ്ങൾ സംഭവിച്ചു തുടങ്ങി. ഇതൊന്നും വലിയ ആഘോഷിക്കേണ്ട നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാലം മുതലേ ഒരു വീട്ടിൽ എന്തെങ്കിലും വസ്തു ഇല്ലെങ്കിൽ, ഒരു വിരുന്നുകാര് വന്നാല് അവിടുത്തെ പലഹാരക്കുപ്പിയിൽ പലഹാരം ഇല്ലെങ്കിൽ അക്കാലത്തുള്ള ആളുകള്, ഒരു മുസ്ലിമിന്റെ വീടാണെങ്കിൽ അവരോടുക അപ്പുറത്തുള്ള നാരായണീയത്തിയുടെ വീട്ടിൽ പോയിട്ട് ആ പലഹാരത്തിന്റെ പാത്രം അപ്പാടെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരും. ഇതൊന്നും നമുക്ക് അസ്വാഭാവികമായിട്ടുള്ള അസാധാരണമായിട്ടുള്ള ഒരു സംഭവമല്ലായിരുന്നോ? ഇതൊക്കെ എപ്പോഴാണ് നമുക്ക് ഒരു പുതിയ കാര്യം ചെയ്തതുപോലെ, അതല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ള ഒരു സംഭവ വികാസം നടന്നതുപോലെ എന്നാണോ നമ്മൾ കാണാൻ തുടങ്ങിയത്, അന്ന് മുതൽ നമ്മുടെ ഉള്ളിലൊക്കെ അപജയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യര് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെയൊക്കെ ശ്വാസത്തിന്റെ ഇടയിലുള്ള ദൈർഘ്യം ഒരല്പം കൂടിപ്പോയാൽ തീർന്നു പോകുന്ന അത്രയും ക്ഷണികമാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം. ഈ പരിപാടി കഴിഞ്ഞ് തിരിച്ച് ഞാൻ എന്റെ വീട്ടിലെത്തുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. ഈ പരിപാടി കഴിയുന്നത് വരെ നമ്മളൊക്കെയും ഇവിടെ ഉണ്ടാകുമെന്നും നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കാത്ത അത്രയുമുള്ള ഒരു ഞാണിന്മേൽ കളിയാണ് ഓരോ മനുഷ്യരുടെയും ജീവിതം. ഈ ജീവിതത്തിൽ നമ്മളെ അടയാളപ്പെടുത്തി വെക്കാൻ, നാളെ നമ്മൾ മരണപ്പെട്ടു പോകുന്ന സമയത്തും നമ്മളില്ലാത്ത കാലത്തും നമ്മളെ ഓർത്ത് ഏതെങ്കിലും ഒരു കുടിലിൽ നിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കൈ മുകളിലേക്ക് ഉയർന്നിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളെയെങ്കിലും ബാക്കി വെക്കാൻ നിങ്ങളുടെയും എന്റെയും ഒക്കെ ജീവിതം കൊണ്ട് സാധ്യമാകുന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് ഈ ജീവിതത്തിൽ കിട്ടാനുള്ള ഏറ്റവും വലിയ സുഹൃതം എന്ന് പറയുന്നത്. നമ്മളിപ്പം 5 വക്തും നിസ്കരിക്കുന്നത് കൊണ്ടോ, എല്ലാ നോമ്പും നോൽക്കുന്നത് കൊണ്ടോ, എല്ലാ സുന്നത്തുകളും നിർവഹിക്കുന്നത് കൊണ്ടോ നമ്മളുടെ മതം പൂർണ്ണമാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. നമ്മളുടെ ചുറ്റുമുള്ള കണ്ണീരണിയുന്ന മനുഷ്യരെ, പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരെ, ആ മനുഷ്യരുടെ വേദനയ്ക്കൊപ്പം ചേർന്ന് നിൽക്കാൻ, അവരെ കേൾക്കാൻ, ഒന്നുമില്ലെങ്കിലും അവരുടെ തോളിൽ തട്ടി സാരമില്ല എന്ന ഒരു വാക്ക് പറയാനെങ്കിലും നമുക്കൊക്കെ സാധിക്കുമ്പോഴാണ് നമ്മളുടെ വിശ്വാസവും മതവും ഒക്കെ പൂർണ്ണമാകുന്നത് എന്ന് വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ വേദിയിൽ എല്ലാത്തരം മനുഷ്യരെയും ഞാൻ കാണുന്നുണ്ട്. സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്, യുവജനങ്ങളുണ്ട്. വലിയ സന്തോഷമാണ് ഈ കാഴ്ചകള് പുതിയ കാലത്ത് നൽകുന്നത്. ആധുനിക കാലം, അതിന്റെ രംഗങ്ങൾ നിങ്ങൾ കണ്ടോ എന്നറിയില്ല. ഈ കഴിഞ്ഞ ആഴ്ച സംസ്ഥാന സ്കൂൾ കലോത്സവം കഴിഞ്ഞു. നിങ്ങളൊക്കെ ചിലപ്പം സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഒരു ഒപ്പന നടക്കുകയാണ് സ്റ്റേജിൽ. ഒപ്പന നടക്കുന്നതിന്റെ ഇടയില് ഒപ്പന കളിക്കുന്ന ഒരു കുട്ടി കുഴഞ്ഞു വീണു. ആ കുട്ടി കുഴഞ്ഞ് സ്റ്റേജിൽ വീണിട്ട് അവൾ എന്തോ കൈകൊണ്ട് ആവശ്യപ്പെടുന്നുണ്ട്. കൈയും കാലും ഇട്ടടിച്ചിട്ട് ആ കുട്ടി ഇങ്ങനെ പെടയുകയാണ്. ചുറ്റുമുള്ള കുട്ടികൾ, കളിക്കുന്ന അവളുടെ സഹപാഠികളായിട്ടുള്ള കുട്ടികളാരും ഒരു കണ്ണുകൊണ്ട് ഒരു നോട്ടം പോലും ആ കുട്ടിയുടെ നേരെ എറിയുന്നില്ല. അവരെല്ലാരും ഒപ്പന കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മുന്നിലിരിക്കുന്ന ആയിരക്കണക്കിന് കാണികളുണ്ട്. അവരിൽ ഒരാൾ പോലും എഴുന്നേറ്റ് നിന്നിട്ട് കർട്ടൻ താഴ്ത്തണമെന്ന് പറയാൻ ആരും ഉണ്ടായില്ല. പരിപാടി അവരവരുടെ ഒപ്പന മുഴുവനും കളിച്ചു തീർത്തു. ഈ കുട്ടി സ്റ്റേജിൽ കിടന്ന് കൈയും കാലും ഇട്ടടിക്കുന്നതിന്റെ വീഡിയോ നമ്മളൊക്കെയും കണ്ടു. എന്താണ് നമ്മളെ മക്കൾക്കൊക്കെ കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ അർത്ഥം എന്നുള്ള ചോദ്യം കേരളത്തിൽ ആ വീഡിയോ പ്രചരിപ്പിക്കപ്പെട്ടതിന് ശേഷം ഉയരുകയാണ്. പുസ്തകങ്ങളിലുള്ള സിലബസിലുള്ള സയൻസും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ബോട്ടണിയും അതിലുള്ള ഇക്വേഷനും മാത്രം പഠിക്കുന്നത് കൊണ്ട് നമ്മുടെ മക്കളൊന്നും വിദ്യാഭ്യാസം നേടി എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ നമ്മുടെ മക്കൾ വാങ്ങി വരുന്ന A+കള്, അങ്ങനെ നമ്മുടെ കുട്ടികൾ വാങ്ങി വരുന്ന സർട്ടിഫിക്കറ്റുകൾ മുഴുവനും വലിച്ചു കീറി എറിയണമെന്ന് പറയുന്ന ആളാണ് ഞാൻ. ആത്യന്തികമായിട്ട് മനുഷ്യരാക്കാനാണ് വിദ്യാഭ്യാസ സിസ്റ്റത്തിനൊക്കെ സാധിക്കേണ്ടത് എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഒരുപാട് ആളുകൾ സംസാരിക്കാനുള്ള വേദിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്
നിങ്ങൾ എല്ലാവരെയും ഇങ്ങനെ ചേർന്നിരുന്ന് കാണുന്നതിൽ അനൽപമായിട്ടുള്ള അഭിമാനവും സന്തോഷവും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന മനുഷ്യരെ ഇങ്ങനെ ചേർത്ത് നിർത്താൻ നേതൃത്വം അതിനെ നയിക്കുന്ന മുഴുവൻ ആളുകളെയും എനിക്ക് വ്യക്തിപരമായിട്ട് ആരെയും സംഘാടകരെ തെളിയിക്കാനല്ലാതെ ആരെയും പരിചയമില്ല. ഏതായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കാനും ഇത് പൂർവാധികം ശക്തിയോടെ ഈ നാടിന്റെ മുന്നിൽ ഒരു സ്നേഹത്തിന്റെ മാനവികതയുടെ പുതിയ മന്ത്രണമായിട്ട് ഈ പരിപാടി ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട PH മാഷിന്റെ 2 വരികൾ ആലപിച്ചുകൊണ്ട് ഞാൻ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ അടരാടി നേടി തന്നതായി മണ്ണ് പൂക്കളെ ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരയോർക്കണം എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം മുസൽമാന്റെ ചോര ചിന്തിയതി നാടിനല്ലേ മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ മുസൽമാന്റെ ചോര ചിന്തിയതി നാടിനല്ലേ മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ ക്രിസ്തീയ സോദരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം ഈ പരിപാടിക്ക് എല്ലാവിധ സ്നേഹാശംസകളും അറിയിക്കുന്നു. KGM മാനവ മൈത്രി സംഗമത്തോടനുബന്ധിച്ച് ഇവിടെ വിതരണം ചെയ്യുന്ന അരി വിതരണം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ റംസീന നരിക്കുനി അവരെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സൗമിനി KGM പദ്ധതിയായ വീട്ടിൽ ഒരു കറിവേപ്പ് എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ബഹുമാന്യനായ റിട്ടയർഡ് ജഡ്ജി കൃഷ്ണൻകുട്ടി അവർ നിർവഹിക്കുന്നു. മച്ചക്കുളം LP സ്കൂളിന് വേണ്ടി മുഹമ്മദ് സ്വീകരിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ റംസീനയെ ആദരിക്കുന്നതിന് വേണ്ടി ബൽക്കീസ് കോട്ടയം. KGM മാനവീയ പുരസ്കാരത്തിന് അർഹയായിട്ടുള്ള യുവ കവയിത്രി താഹിറ നസീർ ഷായെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുരസ്കാരം സമർപ്പിക്കുന്നത് KGM ട്രസ്റ്റിന്റെ ചെയർമാൻ. രണ്ട് വാക്ക് യുവ കവയിത്രി സംസാരിക്കും. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ,
എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നല്ലവരായ നാട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീരമായ നമസ്കാരം. ആദ്യമായി ഇങ്ങനെ ഒരു സദസ്സിൽ എന്നെ നിലനിർത്താൻ കാരണമായ ഞങ്ങളുടെയൊക്കെ ആത്മാവിൻ്റെ പ്രകാശമായ സ്നേഹത്തിൻ്റെ സാഗരമായ ഞങ്ങളുടെ ഗൗസിപ്പൂർ ബാപ്പയ്ക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയ്ക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയട്ടെ. പിന്നെ എനിക്കെല്ലാ സപ്പോർട്ടും നൽകി പ്രോത്സാഹനവും നൽകുന്ന എൻ്റെ ആത്മബാധ എൻ്റെ ഭർത്താവ് നസീർ ഷാബും നന്ദി പറയുന്നു. വാപ്പ പകർന്നു നൽകിയ ആ ദിവ്യ സ്നേഹത്തിൻ്റെ ഭാഷ തന്നെയാണ് എൻ്റെ കവിതയും. വാപ്പയുടെ ആ ജ്ഞാനമുത്തുകൾ ഞാനൊരു വരിയിലൂടെ കോർത്തു വെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊരു വെറും നിമിത്തമാണ്. ആ പ്രണയമല്ലാതെ മറ്റൊന്നും എനിക്കില്ല. വാപ്പ ഞങ്ങൾക്ക് എഴുതിയത് എന്നും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ആത്മധൈര്യത്തിൻ്റെയും ഭാഷയാണ്. ഈ ലോകത്ത് ബാപ്പയുടെ മക്കളായി ആ ബാപ്പ പകർന്നു നൽകിയ സ്നേഹത്തിൻ്റെ പ്രകാശം ഈ ലോകം മുഴുവൻ പരത്താൻ സർവശക്തനായ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ നിമിഷത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ ഇരിക്കുന്നത്. മറിഞ്ഞിരിക്കുന്നത് നമ്മുടെ ബോധമാണ്. ആ ബോധത്തെ ഉണർത്തി ഈശ്വരൻ എന്ന പരമസത്യത്തെ നമുക്ക് അനുഭവമാക്കി തരുന്നവനാണ് ഗുരു. അങ്ങനെയുള്ള ഒരു ഗുരുവിൻ്റെ അടുത്ത് എത്തിപ്പെട്ടതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യം. ആ ഭാഗ്യത്തിന് ഞാൻ അള്ളാഹുവിനോട് ഇന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതിയ ചെറിയ കവിതയുടെ ആലപിക്കുന്നത്. കവിതയുടെ പേര് മാറാപ്പൊരുൾ എന്നാണ്. കയ്യെത്തും ദൂരത്ത് നീ എന്തോ നിൽക്കേ, കണ്ണെത്താ ദൂരത്ത് നിന്നെ തിരഞ്ഞു. കയ്യെത്തും ദൂരത്ത് നീ എന്തോ നിൽക്കേ, കണ്ണെത്താ ദൂരത്ത് നിന്നെ തിരഞ്ഞു. കാട്ടിലെ മാണിക്യച്ചേരിലാണെന്ന് കസ്തൂരി തിരയുന്ന മാനിനെ പോലെ. കയ്യെത്തും ദൂരത്ത് നീ എന്തോ നിൽക്കേ, കണ്ണെത്താ ദൂരത്ത് നിന്നെ തിരഞ്ഞു. മൺചിരാതേന്തിയ മാടപ്പിറാവേ, വിണ്ണിൽ പറക്കുവാനുണ്ട് നിനക്ക്. മൺചിരാതേന്തിയ മാടപ്പിറാവേ, വിണ്ണിൽ പറക്കുവാനുണ്ട് നിനക്ക്. മണ്ണായി തീരുമാ ദേഹമല്ലാതെ മൊഞ്ചുള്ള ചെപ്പിലായൊരു പൊൻചിറക്. കയ്യെത്തും ദൂരത്ത് നീ ഒന്നു നിൽക്കേ, കണ്ണെത്താ ദൂരത്ത് നിന്നെ തിരഞ്ഞു. യാത്രയിൽ നിന്നോട് ചേർന്നിരുന്നല്ലോ, മെയ്യോട് ചേർന്നപ്പോ ബോധം മറച്ചു. ഒന്നായ നിന്റെ ആ കോലത്തിലായി പലവിധ കുപ്പായം തുന്നിയെടുത്തു. കയ്യെത്തും ദൂരത്ത് നീ ഒന്നു നിൽക്കേ, കണ്ണെത്താ ദൂരത്ത് നിന്നെ തിരഞ്ഞു. വാക്കാൽ പിറക്കുന്ന കേൾവിയുമല്ല, കണ്ണിൽ തെളിയുന്ന കാഴ്ചയുമല്ല. വാക്കാൽ പിറക്കുന്ന കേൾവിയുമല്ല, കണ്ണിൽ തെളിയുന്ന കാഴ്ചയുമല്ല. ആത്മാവിലാഴങ്ങളിൽ നിന്നുയർന്ന ദിവ്യമാമനുഭൂതിയാണെന്നും സത്യം. ആത്മാവിലാഴങ്ങളിൽ നിന്നുയർന്ന ദിവ്യമാമനുഭൂതിയാണെന്നും സത്യം. കയ്യെത്തും ദൂരത്ത് നീ ഒന്നു നിൽക്കേ,
ആദരവ് ബഹുമാനിയായ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സിറാജ് ചെറുവലത്തിന് KGന്റെ ആദരം ചെയർമാൻ നൽകുന്നു. നമ്മുടെ സാംസ്കാരിക സമ്മേളനം അല്പസമയത്തിനകം ഇവിടെ അവസാനിപ്പിക്കും. രണ്ട് വാക്ക് ഈ ചടങ്ങിന് ആശംസ അർപ്പിച്ചുകൊണ്ട് പ്രമുഖ സൈക്കോളജിസ്റ്റ് KC അബ്ദുൽ മജീദ് അവർകൾ സംസാരിക്കും. ഈ വേദിയിൽ വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ എൻ്റെ ഏറ്റവും സ്നേഹനിധികളായ രക്ഷിതാക്കൾ, കേരള ഗ്രാമീണ ഉമ്മയുടെ മാനവ മൈത്രി സംഗമത്തിൽ കൂടുതൽ സംസാരിക്കാതെ ഈ ഒരു സന്തോഷകരമായിട്ടുള്ള സുദിനം ഈ ഒത്തുചേരൽ കാണുന്നതിനാണ് ഞാൻ ആനന്ദം കണ്ടെത്തുന്നത്. മനുഷ്യരെ സ്നേഹിക്കാൻ അറിയാം, പക്ഷേ യാഥാർത്ഥ്യത്തെ സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്ന ഒരു നഷ്ടബോധത്തിൻ്റെ ലോകത്തു കൂടെയാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനെയാണ് സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്നുള്ളത് ഗുരുവിലൂടെ മാത്രം മനസ്സിലാക്കി നൽകിയിരുന്ന പാരമ്പര്യത്തിൻ്റെ ഒരു കണ്ണിയിലാണ് നാം ഇന്ന് നിലകൊള്ളുന്നത് എന്നുള്ള സന്തോഷത്തിൽ ഈ മഹത്തായ പരിപാടിയിൽ എല്ലാവരുടെ ആശംസകളും സ്നേഹനിധികളായ നമ്മുടെ മനസ്സുകളിലെല്ലാം എപ്പോഴും യാഥാർത്ഥ്യ സ്നേഹത്തിൻ്റെ വിത്തുകൾ മുളയ്ക്കട്ടെ എന്നുള്ള ആശംസകളോടെ ഈ ഒരു പരിപാടിക്ക് മഹത്തായ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ചടങ്ങിന് രണ്ട് വാക്ക് ആശംസ അർപ്പിച്ചുകൊണ്ട് വികലാംഗ അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സൈനുദ്ദീൻ മടവൂർ. ബഹുമാന്യവും ആദരണീയവുമായ തങ്ങൾ, വേദിയിലുള്ള സദസ്യമുള്ള സുഹൃത്തുക്കളെ, ഈ വേദിയിലുള്ള നിങ്ങളാണ് ഈ സദസ്സിൻ്റെ ഐശ്വര്യം. നിങ്ങൾ വന്നതുകൊണ്ടാണ് ഇത്രയും മനോഹരമാക്കിയത്. തങ്ങളുടെ പ്രവർത്തനങ്ങൾ മാനവമൈത്രി സംഗമം എല്ലാ മനുഷ്യരെയും ഒരുവരെ കാണുക, അവർക്കൊക്കെ നീതിയും സമാധാനവും നൽകുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന് വേണ്ടി നൽകുന്ന ഓരോ കാര്യങ്ങളും പുണ്യം നിറഞ്ഞതാണ്. ആ ഭക്ഷണത്തിന് വേണ്ടി പോലും ആൾക്കാർ വന്നിരിക്കുന്നത് പുണ്യം നിറഞ്ഞ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സദസ്സിന് വൈകിയ വേണ്ടി തങ്ങൾക്കും അതോടൊപ്പം തന്നെ ഇത് സഹകരിച്ച എല്ലാ ആളുകൾക്കും പ്രത്യേകമായി ആശംസകൾ നൽകുന്നു. നമസ്കാരം. അസ്സലാമു അലൈക്കും. ഈ പരിപാടിക്കും ആശംസകൾ അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. പക്ഷേ സലീം മുട്ടാഞ്ചേരി പറഞ്ഞതനുസരിച്ച് ഇതിന് ആശംസകൾ അർപ്പിക്കുക എന്നുള്ളത് ഒരു അപന്യാണ്. വേറൊന്നുമല്ല, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാൾ എന്നാണ് എന്നെ കുറിച്ച് പരിചയപ്പെടുത്തിയത്. അങ്ങനെയുള്ള ഒരാൾ ഇതിൽ ആശംസകൾ അർപ്പിക്കേണ്ടതില്ല, അതൊരു ബോറാണ്. ആശംസകൾ അർപ്പിക്കുക എന്നുള്ളത് ഇതിനെ നോക്കിക്കാണുന്ന ഇതിൻ്റെ ഗുണകാംക്ഷികളായിട്ടുള്ള മറ്റാളുകളാണ്. ഇതിനെ സ്നേഹിക്കുന്ന ആളുകൾ ആശംസകൾ അർപ്പിച്ചാൽ അതിൽ വളരെയേറെ ഭംഗിയുണ്ട്. എന്നിരിക്കെ പറഞ്ഞതനുസരിക്കുക എന്നുള്ളൊരു ഭാഗമുള്ളത് കൊണ്ട് പാപ്പ പറഞ്ഞ ആശംസകൾ അർപ്പിക്കാൻ അതിൻ്റെ പേരിൽ മാത്രം ഏറ്റവും നല്ല രീതിയിൽ നാട്ടിൽ ജനങ്ങളോടൊപ്പം ഒത്തുനിൽക്കുന്ന, കൈകോർത്ത് നിൽക്കുന്ന KGN കേരള ഗ്രാമീണ നന്മ എന്ന ഈ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൽ അങ്ങേയറ്റം വരെ ഉറച്ചു നിൽക്കാനും അതിൻ്റെ എല്ലാ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കാനും അതിനോടൊപ്പം തന്നെ എല്ലാ ആശംസകളും അർപ്പിക്കുന്നത് കണ്ട് സന്തോഷിക്കാനും അതിനോടൊപ്പം എൻ്റെ പേരിൽ ഒരു ആശംസകളും അർപ്പിക്കുകയാണ്. ഈ പരിപാടിയിൽ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ഈ വൈകിയ വേളയിൽ ചുരുങ്ങിയ വാക്കിൽ നന്ദി ആശംസിക്കുകയാണ്. ആദ്യമായി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട
KGN ട്രസ്റ്റിൻ്റെ ചെയർമാൻ കൂടിയായ അധ്യക്ഷ സ്ഥാനത്ത് അലങ്കരിച്ച ഖാജ ഗൗസിഫ് തങ്ങളവർക്ക് ഈ ട്രസ്റ്റിൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ജനസാഗരത്തിൻ്റെ പേരിലും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഇവിടെ സ്വാഗതം ആശംസിച്ച സലീം മുട്ടാഞ്ചേരി, മറ്റുള്ള ആശംസകൾ അർപ്പിച്ച സന്തോഷ് മാസ്റ്റർ, പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത്, ഫാത്തിമ മുഹമ്മദ് വൈസ് പ്രസിഡന്റ്, റംസീന മരിക്കുനി, സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി, കൃഷ്ണൻകുട്ടി റിട്ടയർഡ് ജില്ലാ ജഡ്ജ്, സിബി നികിത, സിറാജ് സി സൈനുദ്ദീൻ, കൂടാതെ KGN ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പുരസ്കാര ജേതാക്കളായ MP ഹസ്ന, താഹിറ മുസീർ ഷാ, കൂടാതെ ട്രസ്റ്റിൻ്റെ കരുത്തരായ പ്രവർത്തകരായ ഷഹാബുദ്ദീൻ ഷാ, മുഹമ്മദ് യൂനുസ് ഷാ കോതമംഗലം, സിദ്ദീഖ് ഷാ കോട്ടയം, കൂടാതെ ഈ ലിസ്റ്റിലില്ലാത്ത സജീവരായ എല്ലാ KGN ട്രസ്റ്റിൻ്റെ സജീവ പ്രവർത്തകർക്കും ഇതിനുവേണ്ടി അഹോരാത്രം അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നവരായ എറണാകുളത്തും കോഴിക്കോട്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ KGN ട്രസ്റ്റിൻ്റെ സജീവ പ്രവർത്തകർക്കും ഈ വൈകിയ വേളയിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. മാനേജ്മെന്റ് ശ്രദ്ധിക്കുക, അവരെ പ്രവർത്തനം കൂടെ ആക്റ്റീവാക്കുക. പല ഭാഗത്തും വേസ്റ്റ് കാണപ്പെടുന്നുണ്ട്. إنه كان توابا. صدق الله مولانا العلي. normal.